After completing board meeting, നമ്മളിപ്പോൾ ഒന്ന് ഫസ്റ്റ് ചാപ്റ്റർ ജനറൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ജനറൽ മീറ്റിംഗ്സ് ഇസ് എ കമ്പാരിറ്റീവ്ലി ബിഗ് ചാപ്റ്റർ CS എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന്. പലവട്ടം പറഞ്ഞിട്ടുള്ള പോലെ ഇനി ഫൈനലിൽ ഇതൊന്നുമില്ല പഠിക്കാൻ, പ്രത്യേകിച്ച് ജനറൽ മീറ്റിങ്ങിനെ കുറിച്ച് ഒന്നുമില്ല പഠിക്കാൻ. CS പ്രൊഫഷണൽ പ്രോഗ്രാമിന് ബോർഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ESG പേപ്പറിൽ വരും ഫൈനലിൽ. അതൊഴികെ ജനറൽ മീറ്റിംഗ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനി അങ്ങോട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. ബോർഡ് മീറ്റിംഗ് സെക്ഷൻ 173, 174, 175 3 സെക്ഷനാണ്. കമ്പാരിറ്റീവ്ലി കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷേ ജനറൽ മീറ്റിംഗ് അങ്ങനെയല്ല, ഒരുപാട് സെക്ഷൻസും ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. പലവട്ടം പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ മീറ്റിംഗ്സ് എന്ന് പറയുന്നത് കമ്പനി സെക്രട്ടറീസിനെ സംബന്ധിച്ചോളം അത് സ്റ്റുഡൻസ് ആയാലും കൊള്ളാം, മെമ്പേഴ്സ് ആയാലും കൊള്ളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോർ ഏരിയയാണ്. കാരണം കമ്പനിയിൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഇറ്റ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടി ആൻഡ് ഫങ്ഷൻ ഓഫ് കമ്പനി സെക്രട്ടറീസ്. And you will recollect section 205 of the Companies Act, which speaks about functions and duties of company secretaries, where it is been clearly stated that to convene a meeting and to attend the meeting. Convene ചെയ്താൽ മാത്രം പോരാ, അത് അറ്റൻഡ് ചെയ്യുന്നതും ഒരു കമ്പനി സെക്രട്ടറി ഡ്യൂട്ടിയാണ്. അത് ബോർഡ് മീറ്റിംഗ് ആയാലും കൊള്ളാം, കമ്മിറ്റി മീറ്റിംഗ് ആയാലും കൊള്ളാം, ജനറൽ മീറ്റിംഗ് ആയാലും കൊള്ളാം. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് യു ആർ ബീൻ നിയമപരമായിട്ട് സ്റ്റാറ്റ്യൂട്ടറിലി the only professional who is authorized to convene and attend the meeting is company secretaries. Board meeting ആകുമ്പോൾ ഡയറക്ടേഴ്സ് അറ്റൻഡ് ചെയ്യും, ജനറൽ മീറ്റിംഗ് ആകുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അറ്റൻഡ് ചെയ്യും. സോ പക്ഷേ അതിൻ്റെ അകത്ത് ഇവർക്ക് പുറമെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള അധികാരമുള്ള പ്രൊഫഷണൽ എന്ന് പറയുന്നത് കമ്പനി സെക്രട്ടറിയാണ്. അപ്പോൾ ജനറൽ മീറ്റിംഗ്സിനെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാം, ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആണ്. ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ആണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് എന്താ പറയുക, വിഷ്വലൈസ് ചെയ്യുമ്പോൾ ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത് ആപ്പാടെ അറിയാമല്ലോ, ഒരു കമ്പനിയിൽ 10, 12, 13, 14, 15, മാക്സിമം 15 എങ്കിലും ആവറേജ് ആയിട്ടൊരു 8-9 പേരെ കാണത്തുള്ളൂ ഒരു ബോർഡ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ. അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ബോർഡ് റൂമിൽ വെച്ച് പോളിസി മാറ്റേഴ്സ് ചർച്ച ചെയ്യുന്ന ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ജനറൽ മീറ്റിങ്ങിന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും, പ്രത്യേകിച്ച് ഒരു ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ചോളം വലിയൊരു ഗ്യാതറിംഗ് ആണ്. ഒരു കല്യാണ മണ്ഡപമോ അല്ലെങ്കിൽ ഓഡിറ്റോറിയമോ അല്ലെങ്കിൽ ഗ്രൗണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയൊരു ക്യാമ്പസ്, വലിയൊരു ഒരു സ്പേസിൽ വെച്ച് നടത്തുന്ന മീറ്റിംഗാണ് ജനറൽ മീറ്റിംഗ്. എസ്പെഷ്യലി ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ചോളം 1000, 4000, 5000 പേരൊക്കെ കാണും. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ പൊതുവേ ചെയർമാനോ അല്ലെങ്കിൽ MDക്കോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിക്കോ ഒരാളെ നോക്കി അങ്ങനത്തെ ഒരു പൊതുവേ കാണാറില്ല. മറിച്ച് ബോർഡ് മീറ്റിംഗ് അങ്ങനെയല്ല, അപ്പോൾ 8-9 പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് നമുക്കറിയാം, ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇവിടെ അങ്ങനെയല്ല, ഇതൊരു വലിയൊരു ഗ്യാതറിംഗ് ആണ്. ഇറ്റ്സ് ലൈക്ക് എ പബ്ലിക് ഗ്യാതറിംഗ്. അതുകൊണ്ടാണ് തന്നെ ആ മീറ്റിങ്ങിൻ്റെ ചിലർ ചോദിക്കും, ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിന് എന്തിനാണ് ജനറൽ മീറ്റിംഗ് എന്ന് വിളിക്കുന്നത്? അതിങ്ങനൊരു വലിയൊരു ഗ്യാതറിംഗ് ആയതുകൊണ്ടാണ് അതിൻ്റെ പേര് ജനറൽ മീറ്റിംഗ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ബോർഡ് മീറ്റിംഗ് ആണെങ്കിൽ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് എന്നല്ലേ പറയേണ്ടത്, അല്ലേ? പക്ഷേ ലോയിൽ നോക്കിയാലും എവിടെ നോക്കിയാലും കൂടുതലും ജനറൽ മീറ്റിംഗ്, അത് ആ വാക്കുണ്ട്, ജനറൽ മീറ്റിംഗ്. ഒരു പൊതുവായിട്ടുള്ളൊരു യോഗമാണ് ഇതിൻ്റെ അകത്തുള്ളൊരു കൺസെപ്റ്റ്. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം, ഈ പല കുട്ടികൾക്കുള്ളൊരു സംശയമാണ്, ഈ ഡയറക്ടർമാർ ബോർഡ് മീറ്റിംഗ് ഉണ്ട്, അവരുടെ പോളിസി മാറ്റേഴ്സും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനാണ് ബോർഡ് മീറ്റിംഗ് വിളിക്കുന്നത്. പക്ഷേ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആയ ജനറൽ മീറ്റിങ്ങിൽ ഡയറക്ടേഴ്സ് വരുമോ, പങ്കെടുക്കാമോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. ടു ബി വെരി ക്ലിയർ, ബോർഡ് മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സ് ഒരിക്കലും പങ്കെടുക്കാറില്ല. ഡയറക്ടർമാർ ഷെയർ ഹോൾഡേഴ്സ് കൂടെ ആണെങ്കിൽ അവിടെ ഇരിക്കും അവർ. അല്ലാത്ത പക്ഷം ജനറലായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ബോർഡ് മീറ്റിങ്ങിൽ ഇരിക്കാറില്ല, ഇരിക്കാൻ പാടില്ല. നമ്മൾ അവർക്ക് നോട്ടീസ് അയക്കാറില്ല. ബിക്കോസ് നോട്ടീസ് ഓഫ് ബോർഡ് മീറ്റിംഗ് ഈസ് സെൻഡ് ഓൺലി ടു ദ ഡയറക്ടേഴ്സ്, നോട്ട് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ബട്ട് ഇൻ കോൺട്രറി ടു ദാറ്റ്, ജനറൽ മീറ്റിങ്ങിനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. ഷെയർ ഹോൾഡേഴ്സിൻ്റെ എല്ലാ മീറ്റിങ്ങിൻ്റെയും നോട്ടീസ് നമ്മൾ ആർക്കും കൂടെ അയച്ചു കൊടുക്കും, ഡയറക്ടേഴ്സിനും കൂടെ അയച്ചു കൊടുക്കും. ദേ ആർ ഓൾസോ ഇൻവൈറ്റഡ് ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആയ ജനറൽ മീറ്റിങ്ങിലും ഡയറക്ടേഴ്സ് പങ്കെടുക്കാറുണ്ട്.
എന്തിനാണ്? ഷെയർ ഹോൾഡേഴ്സിനുള്ള സംശയങ്ങൾ, ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡീറ്റെയിൽസ് ആവശ്യമുള്ളത് കമ്പനിയുടെ MD-ക്കും ഡയറക്ടേഴ്സിനും ഒക്കെ ആയിരിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ആ ഒരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റിയുടെ കൺസെപ്റ്റ് നോക്കുമ്പോൾ ഒബ്വിയസ്ലി ഡയറക്ടേഴ്സ് ഷുഡ് ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്. ആൻഡ് ദിസ് ഈസ് എ ഡയസ്പോറ ഓർ ദിസ് ഈസ് എ പ്ലാറ്റ്ഫോം where shareholders will get an opportunity to get clarified many things directly with the directors. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനും ഡയറക്ടേഴ്സിനും മുഖാമുഖം കാണാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ ഒരു 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 വേദിയാണ് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്. സോ make it very clear that directors are also sent notices of all general meetings, and in most companies directors will also attend the shareholders meeting, and it gives a platform where the directors and shareholders can interact directly. അവർക്ക് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചോളം കമ്പനിയുടെ പോളിസി മാറ്റേഴ്സിലും കമ്പനിയുടെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള കാര്യങ്ങളിലും കമ്പനിയുടെ ഡേ ടു ഡേ അഫയേഴ്സ് കാര്യങ്ങളിലും ഒക്കെ നേരിട്ട് സംശയങ്ങൾ ചോദിക്കാൻ, ഡയറക്ടർമാരുമായിട്ട് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനായിട്ടൊരു ഒരു ഒരു അവസരം കൂടെയാണ് ഇത്തരം ജനറൽ മീറ്റിംഗ് ഉള്ള കാര്യം മറക്കരുത്. സോ നമ്മൾ എന്താണ് ജനറൽ മീറ്റിംഗിൽ പഠിക്കാൻ പോകുന്നത്? ബേസിക്കലി ജനറൽ മീറ്റിംഗിൻ്റെ കൺസെപ്റ്റ്സും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ജനറൽ മീറ്റിംഗ്, ബോർഡിൽ പഠിച്ചതുപോലെ തന്നെ ഇവിടുത്തെ നോട്ടീസ് പീരീഡ്, പിന്നെ അതുപോലെ കണ്ടന്റ്സ് ഓഫ് നോട്ടീസ്, അതിൻ്റെ അജണ്ട, ബിസിനസ്, ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻ, ടൈപ്സ് ഓഫ് വോട്ടിംഗ്, പിന്നെ അതുപോലെ തന്നെ കോറം, ചെയർമാൻ, പ്രോക്സി, മിനിറ്റ്സ്, ഇങ്ങനെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പക്ഷേ ഒത്തിരി സെഷൻസ് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ജനറൽ മീറ്റിംഗ്. സിലബസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ KMB കഴിഞ്ഞു, അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് കഴിഞ്ഞു, ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞു, ഇപ്പോൾ ജനറൽ മീറ്റിംഗ് തുടങ്ങുന്നു. ജനറൽ മീറ്റിംഗ് കൂടെ കഴിയുന്നതോടുകൂടി പാർട്ട് B ഏകദേശം ഒതുങ്ങും. കുറച്ച് സിലബസ് കൂടെ പാർട്ട് ബിയിലുള്ളൂ. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഉടനെ തന്നെ ഒരു കുറച്ച് ക്ലാസ്സുകൾ കഴിയുമ്പോൾ നമ്മൾ പാർട്ട് Aയിലോട്ട് നമ്മൾ മൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഈ ഡൗട്ട് എല്ലാവർക്കും ഉള്ളതാണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗിൽ ഡയറക്ടേഴ്സ് വരുമോ അല്ലെങ്കിൽ വരണോ എന്നുള്ളത്. വരണം. അവർക്ക് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ നോട്ടീസ് അയച്ചു കൊടുക്കണം. അവരും വരും. ഈ വരുന്നതിന് പുറമെ ഞാൻ പറഞ്ഞല്ലോ, ഷെയർ ഹോൾഡേഴ്സിനും ഡയറക്ടേഴ്സിനും ഡയറക്റ്റായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ഈസ് ക്ലിയർ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് ചോദിക്കാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. ഇൻട്രൊഡക്ഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ ഇവിടെ ഉള്ളൂ. മീറ്റിംഗ് മേ ബി ജനറലി ഡിഫൈൻഡ് ആസ് ഗ്യാതറിംഗ്. കണ്ട ആ വാക്കുണ്ട്, ഗ്യാതറിംഗ് ഓർ അസംബ്ലിംഗ് ഓർ ഗെറ്റിംഗ് ടുഗദർ ഓഫ് നമ്പർ ഓഫ് പേഴ്സൺസ്. അപ്പോൾ ഈ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ എല്ലാവരുമായിട്ടുള്ളൊരു ഗ്യാതറിംഗ് ആണ് അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ എപ്പോഴും ഫോർമലായിട്ടുള്ള കമ്പനി ലോ മീറ്റിംഗ്സ് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗിൽ ഓണത്തിന് നമ്മൾ മീറ്റിംഗ് കൂടാറുണ്ട്. അവിടെ ഒരു ഗ്യാതറിംഗ് ആണ്. അപ്പോൾ മീറ്റിംഗ് എന്ന് പറയുന്ന സങ്കല്പം എല്ലാ ആസ്പെക്ട്സിലും എല്ലാ രീതിയിലുള്ള സംഘടനകളിലും ഉള്ള അതേ ഒരു അപ്രോച്ച് തന്നെയാണ് കമ്പനി ലോ മീറ്റിംഗിലും അല്ലെങ്കിൽ കമ്പനി മീറ്റിംഗ്സിലും. നമ്മൾ കമ്പനി സെക്രട്ടറീസ് ആയതുകൊണ്ട് അതിന് പ്രത്യേക നിയമങ്ങളും we have a lot of procedures to follow. That is okay, but fundamentally meeting has only one meaning, that to collectively meet everyone. എല്ലാവരുമായിട്ട് ഒത്തിച്ച് മീറ്റ് ചെയ്യാന്നുള്ള. പിന്നെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ വാക്ക് തന്നെ അറിയില്ല, മീറ്റ് ചെയ്യുക. അപ്പോൾ ഞാനും പ്രീതുമായിട്ട് മീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാനും ഈ പറഞ്ഞ പോലെ പ്രദീപുമായിട്ട് മീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 2 പേരുമാണ് മിനിമം അല്ലേ. സോ ബേസിക്കലി എനി ജനറൽ മീറ്റിംഗ് യു റിക്വയർ 2 persons to meet. ബേസിക്കലി ഒരാൾ മാത്രം ഇരുന്നുകൊണ്ട് നമുക്കൊരു മീറ്റിംഗ് കൂടാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന് ചില എക്സംഷൻസ് ഉണ്ട്. നമ്മൾ പിന്നൊരു സ്റ്റേജിൽ നമ്മളതിനെക്കുറിച്ച് നോക്കും. ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയാം. എല്ലാ ഇതിലും പറയുന്ന പോലെ തന്നെ OPCയെ സംബന്ധിച്ചോളം, 1 person കമ്പനിയെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാം, എപ്പോഴും 1 person മാത്രമേ മെമ്പറായിട്ട് അയക്കാൻ പാടുള്ളൂ. 1-ൽ കൂടുതൽ മെമ്പർ ഒരു സാഹചര്യത്തിലും OPCക്ക് പാടില്ല. അപ്പോൾ OPCക്ക് ഇപ്സോ ഫാക്ടോ 1 മെമ്പർ മാത്രമേ പാടുള്ളൂ എന്നിരിക്കെ അവിടെ ജനറൽ മീറ്റിംഗിൻ്റെ ആവശ്യം ഇല്ല. സോ ഇത് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യത്തില്ല. OPC is fundamentally does not require to hold any type of general meeting, since OPC will always have only 1 member. ഞാൻ തമാശയ്ക്ക് എപ്പോഴും പണ്ടും പറയുന്ന പോലെ OPC ജനിക്കുമ്പോഴും ഒരു മെമ്പറാണ്, ജീവിക്കുമ്പോഴും ഒരു മെമ്പറാണ്, മരിക്കുമ്പോഴും ഒരു മെമ്പറാണ്. അതായത് എപ്പോഴും ഒരു മെമ്പർ. ഒരു രീതിയിലും തന്നെ 1-ൽ കൂടുതൽ മെമ്പർ OPCക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ OPCയിൽ ജനറൽ മീറ്റിംഗ് കൂടണമെന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം ഒരാൾ മാത്രമായിട്ട് മീറ്റിംഗ് കൂടാൻ പറ്റത്തില്ല, ചെവര് നോക്കി മീറ്റിംഗ് കൂടാൻ പറ്റത്തില്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീറ്റിംഗ്സ് എപ്പോഴും
ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ മീറ്റിംഗ് കൂടാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഫണ്ടമെൻ്റൽ കൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ ഒ പി സിക്ക് എപ്പോഴും ഒരു മെമ്പർ മാത്രമേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ, സിൻസ് ഒ പി സി ഷുഡ് ഹാവ് ഓൺലി വൺ മെമ്പർ, then there is no requirement for an OPC to hold a general meeting, any type of general meeting, to be clear. Okay, so there is no doubt about that. Adinuri variation illa interpretation. So it is a settled law that OPC need not want to conduct shareholders meeting, since the OPC will always have only one member or one shareholder. Okay, now idu ഒഴിച്ചു കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊതുവേ മീറ്റിംഗ് കൂടാനായിട്ട് എപ്പോഴും 2 മെമ്പർ ആവശ്യമുണ്ട്. ബട്ട് ഇൻ കമ്പനീസ് ആക്ട് there are some peculiar situations where one-man meeting is allowed, which we will discuss at a later stage. Okay, yeah. അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നവർക്ക് മാർക്ക് ചെയ്യാം. ജനറൽ തിയറിയാണ്, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, ഇതാണ് നമ്മൾ ആക്ച്വലി പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അതൊരു പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, പഠിച്ചതും കുറച്ച് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഒരു സ്നാപ്ഷോട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടിട്ടുണ്ട്. സ്റ്റഡി മീറ്ററിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ബോർഡിൻ്റെ ഉണ്ട്. അതാണ് ബൈ മീറ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ബൈ സർക്കുലർ റെസൊല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിനുശേഷം മെമ്പേഴ്സ് മീറ്റിംഗ് ആണ്. മെമ്പേഴ്സ് മീറ്റിങ്ങിനെ ക്ലാസ് മീറ്റിംഗ്സ് എന്ന് പറയും, ജനറൽ മീറ്റിംഗ്സ് എന്ന് പറയും. ജനറൽ മീറ്റിങ്ങിന് ഡിസിഷൻ എടുക്കുന്നത് പോസ്റ്റൽ ബാലറ്റ് വഴിയെ, ഇ വോട്ടിംഗ് വഴിയെ, അതേപോലെ റെസൊല്യൂഷൻ വഴിയെ, വോട്ടിംഗ് നടക്കുന്നത് പോൾ വഴിയെ, ഷോ ഓഫ് ഹാൻഡ്സ് വഴിയെ. ഇതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് മീറ്റ് ചിലപ്പോൾ വിളിച്ചു കൂട്ടേണ്ടി വരും, അതെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് മീറ്റിംഗ് എന്ന് പറയും. അതുപോലെ ക്രെഡിറ്റേഴ്സിന് മീറ്റിംഗ് വിളിച്ചു കൊണ്ടുവരും, അത് ക്രെഡിറ്റേഴ്സിന് മീറ്റിംഗ് എന്ന് പറയും. നമ്മൾ ഈ ചാപ്റ്ററിൽ, ജനറൽ മീറ്റിംഗ് ചാപ്റ്ററിൽ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആണ് മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷേ മൊത്തത്തിൽ മീറ്റിംഗ്സിനെ കുറിച്ച് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കിട്ടാനായിട്ട് ഈ പിക്ചർ അല്ലെങ്കിൽ ഈ ഡയഗ്രാം വന്നിട്ട് ഒരു അംബ്രല്ല കൺസെപ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ഗുഡ്, യു ക്യാൻ ജസ്റ്റ് ലുക്ക് ഇൻ ടു ദാറ്റ്. നമ്മൾ പതുക്കെ മെമ്പേഴ്സ് മീറ്റിംഗ്സിലോട്ട് എത്തി തുടങ്ങി. മെമ്പേഴ്സ് മീറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ, കമ്പനീസ് ആക്ടിൽ വളരെ സ്ട്രിഞ്ചനായിട്ടും വളരെ ക്ലിയർ ആയിട്ടും ഏതൊക്കെ ടൈപ്പ് മീറ്റിംഗ് എപ്പോഴൊക്കെ കൂടണം, ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴൊക്കെ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം എന്നുള്ളതിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള ലോ ഉണ്ട്. അതിലെന്തൊക്കെ ബിസിനസ്സാണ് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചർച്ച ചെയ്യേണ്ടതെന്നും വേറെ അതിന് പുറമെ വോളണ്ടറി ആയിട്ട് എന്തൊക്കെ ഐറ്റംസ് ചർച്ച ചെയ്യണമെന്നുള്ള അങ്ങനത്തെ ഇൻ്റർപ്രിട്ടേഷൻസ് എല്ലാം നമ്മൾ ഈ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. കുട്ടികളെ ബേസിക്കലി മീറ്റിംഗ്സ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് 3 തരമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. There are 3 types of general meetings. First one is called annual general meeting. In short, we call it AGM. Second category is called extraordinary general meeting. In short, we call it EGM. And third category is called class meetings. I repeat again, shareholders meeting or general meeting is categorized into 3. One is AGM, annual general meeting. Second one is EGM, extraordinary general meeting. And third one is class meetings. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആക്ച്വലി നമ്മളെ മെയിൻ കോർ ഏരിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് നോക്കാൻ പോകുന്നത്. സോ അപ്പോൾ 3 ടൈപ്പ്, AGM, EGM, ക്ലാസ് മീറ്റിംഗ്സ്. ഇതിന് പ്രത്യേക സെക്ഷൻസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. നമുക്ക് ഇന്ന് ആദ്യമായിട്ട് നമുക്ക് ആനുവൽ ജനറൽ മീറ്റിംഗ് തുടങ്ങാം. സെക്ഷൻ 96. ഈ ആനുവൽ ജനറൽ മീറ്റിംഗ്, ആ വാക്കുണ്ടോ, ജനറൽ മീറ്റിംഗിൻ്റെ ആനുവൽ മീറ്റിംഗ് ആണ്. അപ്പോൾ അത് കേൾക്കുമ്പം തന്നെ മനസ്സിലായി, വർഷം തോറും എല്ലാ ടൈപ്പ് ഓഫ് കമ്പനീസും എക്സെപ്റ്റ് OPC ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല. OPCക്ക് 1 മെമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ജനറൽ മീറ്റിംഗിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ജനറൽ മീറ്റിംഗിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇനി മുതൽ ഞാനത് പറയത്തില്ല. എക്സെപ്റ്റ് OPC എന്ന് പറയേണ്ട ആവശ്യമില്ല. OPCക്ക് ജനറൽ മീറ്റിംഗ് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ OPC ഒഴികെ ഉള്ള എല്ലാ ടൈപ്പ് ഓഫ് കമ്പനീസും, പ്രൈവറ്റ് കമ്പനി ആയാലും കൊള്ളാം, പബ്ലിക് കമ്പനി ആയാലും കൊള്ളാം, ലിസ്റ്റഡ് കമ്പനി ആയാലും കൊള്ളാം, വർഷത്തിലൊരിക്കൽ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം ആ വർഷത്തേക്കുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെയാണ് കുട്ടികളെ നമ്മൾ AGM എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഹാപ്പൻസ് ആഫ്റ്റർ ദ അക്കൗണ്ടിങ് ഇയർ ഇസ് ക്ലോസ്ഡ്. മാർച്ച് 31 ശേഷം ആ വർഷത്തിൽ പെർട്ടൈൻഡ് ആയിട്ടുള്ള AGM നമ്മൾ വരുന്ന വർഷത്തിൽ, അതായത് മാർച്ച് 31 ക്ലോസ് ചെയ്തതിന് ശേഷം നടത്തുന്ന മീറ്റിംഗ് ആണ്. വർഷം തോറും അങ്ങനെ ഒരു മീറ്റിംഗ് കൂടണം കുട്ടികളെ. ആ മീറ്റിങ്ങിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗ്. സെക്ഷൻ 96 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഈ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. ഒരുപക്ഷെ ഒരു വർഷത്തിൽ
നമ്മൾ കമ്പനിയിൽ നടത്തിക്കൊണ്ടുവരുന്ന എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും, ഒരു കമ്പനിയിൽ നടത്തി വരുന്ന എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെയും, അതുപോലെ തന്നെ ലോണ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ബൈബാക്ക്, പബ്ലിക് ഇഷ്യൂ, റൈറ്റ്സ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ബിസിനസ് എന്ന് വേണ്ട എല്ലാ രീതിയിലുള്ള കാര്യങ്ങളുടെയും ഒരു കൾമിനേഷൻ എന്ന് പറയുന്നത്, ഒരു കണക്കെടുപ്പ് എന്ന് പറയുന്നത് എവിടെ വെച്ചിട്ടാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഈ മീറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, നിയമപരമായിട്ടും പ്രാക്ടിക്കലിയും. കാരണം ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ വെച്ചിട്ട് ഡയറക്ടേഴ്സ് ഒരു വർഷമായിട്ട് ബിസിനസ് നടത്തുന്നു, പല 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 സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളതും നോൺ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. ഇതിനൊക്കെ ഒരു കണക്കെടുപ്പ് വേണ്ടേ? അല്ലേ? ഇതിനൊക്കെ ഒരു 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 എന്താ പറയുക, ഒരു അവസരം വേണ്ടേ? ഇത് എന്നാണ് അവിടെ നടക്കുന്നത്? അപ്പം അങ്ങനെ ഒരു വർഷം നടന്നുകൊണ്ട് പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആ വർഷം കഴിഞ്ഞതിന് ശേഷം, അതായത് അക്കൗണ്ടിങ് ഇയർ നോക്കുമ്പോൾ മാർച്ച് 31 ശേഷം ഷെയർ ഹോൾഡേഴ്സിന് മുമ്പിൽ കണക്ക് അവതരിപ്പിക്കുകയും ഷെയർ ഹോൾഡേഴ്സിന് മുമ്പിൽ ഒരു അക്കൗണ്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് പറഞ്ഞാൽ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ളത്, കമ്പനീസ് ആക്ടിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൈറ്റാണ് അവർക്ക് ജനറൽ മീറ്റിംഗ്, അതായത് AGM-ൽ അവരെ ഇൻവൈറ്റ് ചെയ്യുകയും AGM-ൽ മാൻഡേറ്ററി ആയിട്ട് അവതരിപ്പിക്കേണ്ട ചില അജണ്ട ഐറ്റംസ് പ്രസന്റ് ചെയ്യുകയും അതിൽ അവർക്ക് വോട്ട് ചെയ്യാനും പറ്റുന്നത് എന്നുള്ളത് വളരെ മാൻഡേറ്ററി ആയിട്ടും സീരിയസ് ആയിട്ടുമുള്ള ഒരു കാര്യമാണ്. കമ്പനി സെക്രട്ടറിയുടെ ലൈഫ് എന്ന് വെച്ചാൽ കരിയർ ലൈഫിൽ നോക്കുമ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ് AGM എന്ന് പറയുന്നത്. AGM-ന് ഒരു മാസം മുമ്പ് ഒക്കെ തന്നെ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുന്നു, നോട്ടീസ് അയക്കുന്നു. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അതൊരു വലിയൊരു പ്രോസസ്സാണ്. 10, 30,000, 40,000, 5 ലക്ഷം, 6 ലക്ഷം ഷെയർ ഹോൾഡേഴ്സാണ്. ഇവരൊക്കെ നോട്ടീസ് അയക്കുന്നു, ഈ വോട്ടിങ്ങുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലോട്ട് നമ്മൾ പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ AGM എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. വർഷത്തിലൊരിക്കലെങ്കിലും ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ടുള്ളൊരു ഉച്ചകോടിയാണത്. അതുപോലെ തന്നെ ഡയറക്ടേഴ്സിനെ നേരിട്ട് കാണുകയും കമ്പനിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസും ഒരുപക്ഷെ പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനുള്ളൊരു അവസരമാണ്. ഇതിനൊക്കെ പുറമെ ഞാൻ പറയുന്ന വേറൊരു ആംഗിളുണ്ട്, നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട്. അതായത് ഞാൻ എപ്പോഴും പറയും, ഇറ്റ് ഈസ് നോട്ട് ഓൺലി ആൻ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഷെയർ ഹോൾഡേഴ്സ് കം ടു കമ്പനി ആൻഡ് മീറ്റ് ഡയറക്ടേഴ്സ്, ബട്ട് വൺ മോർ പോയിന്റ് ഈസ് ദെയർ. ഷെയർ ഹോൾഡേഴ്സ് പെർസെ അവർക്ക് തമ്മിൽ ഇൻട്രസ്റ്റ് തന്നെ അവർ കണ്ടിട്ടില്ലായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മേജർ ഷെയർ ഹോൾഡേഴ്സ് ഇഷ്ടം പോലെ കിടലങ്ങൾ കാണും, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണും, മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ കാണും, ബാങ്കുകൾ, ഇതൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളായിരിക്കും, ഇല്ലേ? ഈ കമ്പനിയിൽ ലിസ്റ്റഡ് കമ്പനിയാണ് എസ്പെഷ്യലി ഷെയർ എടുത്തിട്ടുള്ളത്. അവർ തമ്മിൽ പരസ്പരം കാണാൻ വേറെ വേദിയില്ല. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സും ഡയറക്ടേഴ്സും ഇന്ററാക്ട് ചെയ്യുന്ന ഒരു അവസരം എന്നതിനുപരി ഷെയർ ഹോൾഡേഴ്സിന് പരസ്പരം കാണാനുമായിട്ടുള്ളൊരു അവസരങ്ങൾ വരെയും അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും അല്ലെങ്കിൽ കമ്പനിയുടെ നയങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ള ഇതര കാര്യങ്ങളെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ കമ്പനി സെക്രട്ടറിമാരുടെ ഒരു കുഴപ്പത്തിൽ എല്ലാം ലോ ആണ്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും അജണ്ട ഐറ്റം, സെക്ഷൻ 96, ഓർഡിനറി ബിസിനസ്, സ്പെഷ്യൽ ബിസിനസ്, പ്രാക്ടിക്കലി ഇത് മാത്രമാവണമെന്നില്ല. they have to discuss many other things, about the economic condition, about the company's outlook, അല്ലേ? പിന്നെ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, അതിന്റെ ഡിവിഡൻഡ് ആസ്പെക്ട്സ് എങ്ങനെയാണ്, അതിന്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്ര കിട്ടുന്നു. അപ്പം അങ്ങനെ if you ask me, it should be a platform where lot of we'll say an opportunity has been created to the shareholders themselves to meet their peer shareholders, and also an opportunity to look beyond the company's prospects, companyയുടെ total outlook, economic aspects, മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. സോ ഏത് ആംഗിളിൽ നോക്കിയാലും AGM എന്ന് പറയുന്നത് വളരെ റിലവൻ്റ് ആയിട്ടുള്ളതും വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്, അപ്പാർട്ട് ഫ്രം ദ സ്റ്റാറ്റ്യൂട്ടറി റിലവൻസ് യു ഹാവ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, Section 96, AGM is an important annual event where members get an opportunity to discuss the activities of the company. Section 96 provides that every company other than OPC is required to hold an AGM every year. Okay. Ordinary business, special business. So, ഇത് വീണ്ടും പല സ്ഥലങ്ങളിലും വരും. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഞാനത് ക്ലാരിറ്റി ചെയ്ത് പോവാം, സോ ദാറ്റ് കൂടെയുള്ള ബാച്ച് ഉണ്ടല്ലോ ഞാൻ പറയാറില്ല, അപ്പോൾ ആ ബാച്ചിലൊക്കെ ഒരു ഈ ജനറൽ മീറ്റിങ്ങിൻ്റെ അങ്ങ് അവസാനമൊക്കെ എത്തിയപ്പോഴും പോലും ചില കുട്ടികൾ ഇവിടെ വന്ന് പിന്നെയും ഡൗട്ട് വയ്ക്കും, സാർ ഇതൊരു എന്താ പറയുക, ഇതിങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു, ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഈ ബാച്ചിലും അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് ആദ്യമേ അങ്ങ് പറയും, പിന്നെ കയറി വീണ്ടും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. സോ മേക്ക് ഇറ്റ് വെരി ക്ലിയർ ദാറ്റ്
at an AGM, there are two types of agenda items. I repeat, at an AGM, there are two types of agenda items. ഈ അജണ്ട ഐറ്റം എന്ന് നമ്മൾ CS പറയുമ്പോൾ അജണ്ട എന്നൊരു വാക്ക് കമ്പനീസ് ആക്ടിൽ യൂസ് ചെയ്തിട്ടേയില്ല. ഞാൻ അത് ബോർഡ് മീറ്റിംഗിലും പറഞ്ഞതാണ്. ഐറ്റംസ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് എ മീറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് എ മീറ്റിംഗ് എന്നാണ് പറയുന്നത്. എന്താണ് ഐറ്റംസ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് ദ മീറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് ദ മീറ്റിംഗ് എന്നാണ് പറയുന്നത്. പൊതുവേ ഇവിടെ നമ്മൾ അജണ്ട എന്നൊരു വാക്ക് യൂസ് ചെയ്യാറില്ല. പ്രാക്ടിക്കലി നമ്മൾ അജണ്ട എന്നാണ് പറയുമെങ്കിൽ പോലും കമ്പനി ലോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ജൂറിസ്പ്രുഡൻസിൽ ഒരിടത്ത് തന്നെ അജണ്ട എന്നൊരു വാക്ക് യൂസ് ചെയ്യുന്നില്ല. മറിച്ച് ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് ഏജിയം അഥവാ ഐറ്റംസ് ടു ബി ട്രാൻസാക്റ്റഡ് ഏജിയം എന്നാണ് പറയുന്നത്. നമുക്കതിന് അജണ്ട എന്ന് പറയാം. കുട്ടികളെ, നമ്മുടെ ഏജിയമിലെ രണ്ട് ടൈപ്പ് ഓഫ് അജണ്ട ഐറ്റംസ് ആണ് ഉള്ളത്. ഒന്ന് ഓർഡിനറി ബിസിനസ്, OB, ഓർഡിനറി ബിസിനസ് എന്നും, രണ്ട് സ്പെഷ്യൽ ബിസിനസ് എന്നും പറയും. ഒന്നുകൂടി പറയാം, ഓർഡിനറി ബിസിനസ്സും സ്പെഷ്യൽ ബിസിനസ്സും. ഓർഡിനറി ബിസിനസ് എന്ന് വെച്ചാൽ സാധാ എല്ലാ ഏജിയമിലും ചർച്ച ചെയ്യേണ്ട അജണ്ട ഐറ്റം ആയതുകൊണ്ടാണ് അതിന് നമ്മൾ OB അഥവാ ഓർഡിനറി ബിസിനസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരു ഏജിയമിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന 4 കാറ്റഗറി ആയിട്ടുള്ള അല്ലെങ്കിൽ 4 ടൈപ്സ് ആയിട്ടുള്ള 4 എണ്ണമുള്ള ഓർഡിനറി ബിസിനസ്സിന് പുറമെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ബിസിനസ് ഐറ്റംസും ചർച്ച ചെയ്യാം. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്പെഷ്യൽ ബിസിനസ് എന്ന് വിളിക്കും. യെസ്, കമ്പനീസ് ആക്ടിൽ 4 ഓർഡിനറി ബിസിനസ് ആണുള്ളത്. അത് ഏജിയമിൽ വെച്ച് മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. The 4 ordinary businesses which we are going to discuss now has to be discussed only at AGM, and it should not be discussed at any general meeting including AGM. But at the same time, at an AGM, apart from these ordinary businesses, you are allowed to discuss any other agenda items. Then that item will be called as a special business. Now you will be eagerly waiting to know ഏതൊക്കെയാണ് സാറേ ഓർഡിനറി ബിസിനസ്. 4 കാര്യങ്ങളാണ് ഓർഡിനറി ബിസിനസ്. ഒന്ന് ആ പാരഗ്രാഫിലുണ്ട്, വീണ്ടും പല സ്ഥലങ്ങളിൽ വരും. ഒന്ന്, കൺസിഡറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദ കമ്പനി ഇൻക്ലൂഡിംഗ് ബോർഡ്സ് റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അക്കൗണ്ടിങ് ക്ലോസ് ചെയ്തിട്ട് നടക്കുന്ന മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ കണക്ക് കൊടുക്കലാണ് മെയിൻ ജോലി. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ മൊത്തം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതിൻ്റെ അത് ബാലൻസ് ഷീറ്റ് ഉണ്ട്, P&L അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സബ്സിഡറി കമ്പനീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പുറമെ എല്ലാം കൂടെ ചേർത്തുള്ള കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൂടെ ചേർത്ത് നിങ്ങൾ ഷെയർ ഹോൾഡേഴ്സ് മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു വർഷം ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോർഡിന്റെ റിപ്പോർട്ടും ഇതിന്മേൽ എല്ലാത്തിനും മേൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്മേൽ ഓഡിറ്റ്, ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് നടത്തിയ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നടത്തിയ അവരുടെ റിപ്പോർട്ടായ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും കൂടെ ചേർത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സിന് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇതിനെ നമ്മൾ ആനുവൽ റിപ്പോർട്ട് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ആനുവൽ അക്കൗണ്ട്സ് എന്നൊക്കെ പല പല ഭാഷയിൽ പറയുമെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആനുവൽ റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. ഇതെല്ലാം കൂടെ കൊണ്ട് ടേബിളിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് അയച്ചു കൊടുത്ത് ആ ടേബിളിൽ നമ്മൾ വെച്ച് ചർച്ച ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ AGMൽ ചർച്ച നടക്കുന്ന കാര്യവും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നമ്മളെ സാധാ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സിനെ പോലെ അല്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡേഴ്സ്, DIA എന്ന് പറയും, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അവരെന്ത് ചെയ്യുന്നു? അവർ ഈ ബാലൻസ് ഷീറ്റിനെയും അല്ലെങ്കിൽ ഇത്തരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ചെയ്യും. ഫിനാൻഷ്യൽ റേഷ്യൂസ് പോലത്തെ കമ്പാരിറ്റേറ്റീവ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ വളരെ നിർണായകമായിട്ടുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സംശയങ്ങളും അപ്രിഹെൻഷൻസും അതുപോലെ തന്നെ കമന്റ്സും അവർ എന്ത് ചെയ്യാറുണ്ട്? ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിൽ അവതരിപ്പിക്കാറുണ്ട്. അതിന്മേൽ ചർച്ചകൾ ഡീറ്റെയിൽ ആയിട്ട് നടക്കും. അപ്പോൾ കുട്ടികളെ, ആദ്യത്തെ ഓർഡിനറി ബിസിനസ് എന്ന് പറയുന്നത് കൺസിഡറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡിംഗ് ബോർഡ്സ് റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. 2, ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. ഈ ഡിവിഡൻഡിനെ കുറിച്ചൊക്കെ പാർട്ട് എയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. എങ്കിലും ഇപ്പോൾ അറിയേണ്ടത് തൽക്കാലം ഡിക്ലെയർ ചെയ്യാനുള്ള, ബോർഡ് റെക്കമെൻഡ് ചെയ്യുന്ന ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ പർപ്പസ്. ഈ ഡിവിഡൻഡ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന അജണ്ട ഐറ്റം ഷെയർ ഹോൾഡറെ സംബന്ധിച്ചോളം വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയിൽ അവർക്ക് വർഷം തോറും കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഷെയർ ആണ് ഡിവിഡൻഡ്.
അപ്പോൾ ഇതിൻ്റെ ശതമാനം എത്ര ശതമാനമാണ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് സംബന്ധിച്ചോളം അവരുടെ അവർ വളരെ ഈഗേർലി വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് അജണ്ട ഐറ്റത്തിലുണ്ടാവും. എങ്കിലും എത്ര ശതമാനമാണ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അവർക്ക് വളരെ കൗതുകവും അതിനൊക്കെ പുറമെയായിട്ട് അവരുടെ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, റീറ്റെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ സംബന്ധിച്ചോളം ചെറിയ 50 രൂപ 100 രൂപ 1000 രൂപ 2000 രൂപ ഈ ഒരു ലെവലിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡിവിഡൻഡ് കിട്ടുന്നത്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചോളം 40 കോടി 200 കോടി 250 കോടിയൊക്കെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരെ സംബന്ധിച്ചുള്ള ഈ റിട്ടേൺ ഓഫ് ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് വരും. അത് വർഷം തോറുമാണെന്ന് മറക്കരുത്. ഞാനെപ്പോഴും ഷെയർ മാർക്കറ്റിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ആളായതുകൊണ്ട് എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു FD ഇട്ടുന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് ബാങ്കിൽ FD ഇട്ടാൽ കിട്ടുന്ന ശതമാനം 8.5%, മാക്സിമം 9, മാക്സിമം പോയാൽ 10, 6.5 ഉള്ളൂ, 6, 7, 8. പക്ഷേ ഡിവിഡൻഡിൻ്റെ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ അത് ബാങ്കിൽ ഇടുന്നതിനെക്കാട്ടും ലാഭമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നോക്കുമ്പോൾ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചോളം കമ്പനികളിൽ ലിസ്റ്റഡ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ചില കമ്പനികളൊക്കെ 30% മുകളിൽ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന കമ്പനികളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ബെസ്റ്റ് ഡിവിഡൻഡ് ഡിക്ലെയറിംഗ് കമ്പനീസ് എന്ന് അടിച്ചു നോക്കി അറിയാൻ പറ്റും. ദർ ആർ മെനി ലിസ്റ്റഡ് കമ്പനീസ് വിച്ച് ഗിവ് വെരി ലുക്രേറ്റീവ് ആൻഡ് അട്രാക്റ്റീവ് ഡിവിഡൻഡ് പെർസെൻറ്റേജ്. സോ ഇറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് AGMലാണ് ഡിക്ലെയർ ചെയ്യുന്നത്, രണ്ടാമത്തെ ഐറ്റം. മൂന്നാമത്തെ ഐറ്റം നിങ്ങൾക്കറിയാം എവിടെയാണ്? ഡയറക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്. ഡയറക്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ഡയറക്ടർമാർ റിട്ടയർ ആവുന്നതും ഇവിടെയാണ്. ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത്? ആർക്കറിയാം ഏത് സെക്ഷനിലാണിത് പറഞ്ഞിരിക്കുന്നത്? ഇതിപ്പോൾ 96 ആണ് പഠിക്കുന്നത്. ഏതാണ് സൗമ്യ? 152 subsection 6. വെരി ഗുഡ്. 152 subsection 6 പ്രകാരം വർഷം തോറും ഞാൻ അന്ന് അവിടെ പഠിപ്പിച്ചുമ്പോഴും ഏജ് വരുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ. അപ്പോൾ ഡയറക്ടർമാരുടെ റിട്ടയർമെൻറ്റും റീഅപ്പോയിൻമെൻറ്റും അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫംഗ്ഷനാണ്. അത് നടക്കുന്നതും ഈ AGMലാണ്. ഓക്കെ, 152 subsection 6 റെഡ് വിത്ത് സെക്ഷൻ 96. വെരി ഗുഡ്. നാലാമത്തെ അജണ്ട ഐറ്റം ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ആൻഡ് ഫിക്സിംഗ് ദ റെമ്യൂണറേഷൻ. വർഷം തോറും നമ്മൾ ഓഡിറ്റൊക്കെ പഠിക്കുമ്പോൾ അറിയാം, വർഷം തോറും അല്ല, അത് ഒരു 6 ഇയർ അപ്പോയിൻമെൻറ്റ് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. എങ്കിൽ പോലും ഓഡിറ്റർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതും ഈ പറയുന്ന AGM വെച്ചിട്ടാണ്. അങ്ങനെ ഈ 4 അജണ്ട ഐറ്റത്തിനെയാണ് മൈ ഡിയർ സ്റ്റുഡൻസ് വി കോൾ as ഓർഡിനറി ബിസിനസ്. ഒന്നുകൂടി പറയാം. ഒന്ന്, consideration of financial statements including board's report and auditor's report. 2, declaration of dividend. 3, director's appointment and reappointment and retirement. 4, auditor's appointment and fixing the remuneration. ഒരു CS സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഇതൊരിക്കലും മറക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് നിങ്ങളുടെ നമ്മൾ പറയത്തില്ലേ, നിങ്ങൾ ലാസ്റ്റായിട്ട് പഠിക്കുന്ന ഒരു വേദിയാണ്. കാരണം ഇത് ഫൈനലിലൊന്നും ഇനി പ്രൊഫഷണൽ പ്രോജക്റ്റ് പഠിക്കാനില്ല. ഇതാണ് നിങ്ങളുടെ അസറ്റ് എന്ന് പറയുന്നത്. ഈ ഇടയ്ക്കൊന്നും തന്നെ ഈ ഒരു വർഷങ്ങൾക്ക് ഇനി ഇതൊന്നും അമെൻമെൻറ്റ് വരത്തില്ല. കാരണം ഇതൊക്കെ വളരെ വെൽ സെറ്റിൽഡ് അൺആംബിഗ്വസ് ലോസ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും മറക്കരുത്. AGMൽ വെച്ച് മാത്രമേ ഈ 4 ഓഡിറ്റ് ബിസിനസ്സും ചർച്ച ചെയ്യാൻ പാടുള്ളൂ. ഒരു കാരണവശാലും AGM അല്ലാത്ത ഒരു ജനറൽ മീറ്റിംഗ്, അതായത് EGMൽ വെച്ചിട്ട് ഓഡിറ്റ് ബിസിനസ് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ 4 ഏത് ഉറക്കത്തിൽ തട്ടി ഉണർത്തിയാലും 4 ഓർഡിനറി ബിസിനസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടപ്പേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റണം. 1, കൺസിഡറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡിംഗ് ബോർഡ്സ് റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. 2, ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. 3, ഡയറക്ടർ അപ്പോയിൻമെന്റ് ആൻഡ് റീഅപ്പോയിൻമെന്റ് ആൻഡ് റിട്ടയർമെന്റ്. 4, ഓഡിറ്റേഴ്സ് അപ്പോയിൻമെന്റ് ആൻഡ് ഫിക്സിംഗ് ദ റെമ്യൂണറേഷൻ. ഓക്കെ, ഈ 4 ബഞ്ചിനെയും കൂടെ 4 അജണ്ട ഐറ്റയും കൂടെ ചേർത്ത് പറയുന്നതാണ് നമ്മൾ ഓർഡിനറി ബിസിനസ്. ഒരു AGMൽ, ഞാൻ വീണ്ടും പറയുന്നു, ഒരു AGMൽ ഈ 4 പാക്ക്, അതായത് ഓർഡിനറി ബിസിനസ് ഒഴികെ വേറെ ഏത് അജണ്ട ഐറ്റവും നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, കമ്പനിയുടെ പേര് ചേഞ്ച് ചെയ്യുന്നു, കമ്പനിയുടെ ഓബ്ജക്റ്റ് ക്ലോസ് മാറ്റുന്നു, കമ്പനിയുടെ നെറ്റ്വർത്തിന് മുകളിൽ ലോൺ എടുക്കുന്നു, 5% മുകളിൽ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ ടു സെൽ ലീസ് അതർവൈസ് ഡിസ്പോസ് ഓഫ് കമ്പനീസ് പ്രോപ്പർട്ടി അണ്ടർ സെക്ഷൻ 180, ഇതുപോലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ വേണ്ട കേസുകൾ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ 4 ഓർഡിനറി ബിസിനസ്സിന് പുറമേ നിങ്ങൾക്ക് സ്പെഷ്യൽ ബിസിനസ്സും ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഏത് അജണ്ട ഐറ്റത്തിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും കുട്ടികളെ? നമ്മൾ സ്പെഷ്യൽ ബിസിനസ് എന്ന് വിളിക്കും. അതിൻ്റെ റിലവൻസ് എന്താണെന്നുള്ളത് നമ്മൾ ലേറ്ററായിട്ട് പഠിക്കാം. എങ്കിലും ഒരു ലൈൻ ഒന്ന് പറഞ്ഞു പോവാം. ഓർഡിനറി ബിസിനസ് അല്ലാത്ത എല്ലാ സ്പെഷ്യൽ ബിസിനസ്സിനും നമ്മൾ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നോട്ടീസിൻ്റെ കൂടെ കൊടുക്കണം. കാരണം അത് സാധാ അല്ലാത്ത അജണ്ട ഐറ്റം ആയതുകൊണ്ടും
അത് ഓർഡിനറി ബിസിനസ് അല്ലാത്ത ഐറ്റം ആയതുകൊണ്ടും ഷെയർ ഹോൾഡേഴ്സിന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്താണ് ഈ സ്പെഷ്യൽ ബിസിനസ്. ഫോർ എക്സാമ്പിൾ നെയിം ചേഞ്ച്, കമ്പനിയുടെ പേര് മാറ്റുന്നു, അത് സ്പെഷ്യൽ ബിസിനസ് ആണ്. കാരണം അത് ഓർഡിനറി ബിസിനസ് അല്ല. ഓർഡിനറി ബിസിനസ് അല്ലാത്ത ഏത് അജണ്ട ഐറ്റത്തിനെയും നമ്മൾ എന്നത് വിളിക്കും സ്പെഷ്യൽ ബിസിനസ് എന്ന് വിളിക്കും. അത് സ്പെഷ്യൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ എന്താണ് അജണ്ട ഐറ്റം, അത് ബോർഡ് എപ്പോൾ അപ്രൂവ് ചെയ്തു, അതിന്റെ റിലവൻസ് എന്താണ്, അത് എന്തിനിപ്പോൾ ചർച്ച ചെയ്യണം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന രീതിയിൽ നമ്മൾ ഓർഡിനറി ബിസിനസ് അല്ലാത്ത ഒരു അജണ്ട ഐറ്റം ആയതുകൊണ്ട് തന്നെ ആ സ്പെഷ്യൽ ബിസിനസ് അജണ്ട ഐറ്റത്തിൽ നമ്മൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് കൂടെ നമ്മൾ AGMന്റെ നോട്ടീസിന്റെ കൂടെ കൊടുക്കണം. അതാണ് സ്പെഷ്യൽ ബിസിനസിന്റെ സവിശേഷത, വിച്ച് മേക്ക് ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം ഡിസ്റ്റിങ്ക്ട് ഫ്രം ആൻ ഓർഡിനറി ബിസിനസ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഡൗട്ട് ചോദിക്കാൻ പഠിക്കൊന്നും വേണ്ട. ഇത് നമ്മൾ വളരെ ക്ലോസ് സർക്കിൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് മാത്രമേ ഇത് ഇപ്പോൾ പോകത്തുള്ളൂ. മറ്റുള്ളവർക്കും കൂടെ ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ തടസ്സം. അങ്ങനെ ഒത്തിരി കോൾസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഫൈനലിനും അങ്ങനെ ഞാൻ തുടങ്ങി. ആർക്കെങ്കിലും ഉപയോഗപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെട്ട് പോകട്ടെ. അപ്പോൾ സ്വാഭാവികം അതിന് നമ്മൾ ചാർജ് ചെയ്യും, സ്വാഭാവികം അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഇതുപോലെ ഇരുന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ ചില ആൾക്കാർ എന്നെ സമീപിച്ചപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ശമ്പളമൊന്നും വിചാരിക്കേണ്ട, ഡൗട്ട് ഒന്നും വിചാരിക്കേണ്ട. ക്ലിയർ ആണല്ലോ അല്ലേ? ഈ ഓർഡിനറി ബിസിനസ്, സ്പെഷ്യൽ ബിസിനസ് ഒക്കെ നല്ല ഇതിൽ ക്ലാരിറ്റി വേണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, കൂടെയുള്ള ബാച്ചിൽ എനിക്കൊരു എന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ പോലെ അങ്ങ് EGM ഒക്കെ എത്തി അങ്ങ് അവസാനം എത്തിയപ്പോഴാണ് ചില കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ട്, സാർ അപ്പോൾ AGMൽ സ്പെഷ്യൽ ബിസിനസ് എടുക്കാമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സർപ്രൈസ്ഡ് ആയി പോകും, മനസ്സിലായില്ല. അപ്പോൾ അതെന്ന് വെച്ചാൽ മനസ്സിൽ രജിസ്റ്റർ ആവുന്നില്ല, അതുകൊണ്ടാണ്. സോ യു ഷുഡ് രജിസ്റ്റർ ദാറ്റ് ഇൻ യുവർ മൈൻഡ്. രണ്ട് അജണ്ട ഐറ്റം ഉണ്ട്, ഓർഡിനറി ബിസിനസ്സും സ്പെഷ്യൽ ബിസിനസ്സും. AGMൽ ഓർഡിനറി ബിസിനസ് ആണ് 4 4 പുറമെ ഏത് ബിസിനസ് വേണമെന്നുണ്ടെങ്കിലും എന്താണ് AGMൽ ചർച്ച ചെയ്യാം. അതിന് നമ്മൾ സ്പെഷ്യൽ ബിസിനസ് വിളിക്കും. സ്പെഷ്യൽ ബിസിനസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ അല്ലേ? ഓർഡിനറി അല്ലല്ലോ, സാധാ ഒരു അജണ്ട അല്ലാത്തത് കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ എന്ത് ചെയ്യണം, നമ്മൾ നോട്ടീസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അനക്സ് ചെയ്യണം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ തമ്പടിക്കൂ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, ഡോണ്ട് ഹെസിറ്റേറ്റ്. ഇനി നമ്മൾ വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ് എല്ലാവരും വളരെ അറ്റൻറ്റീവായിട്ട് കേൾക്കുക. ഡ്യൂ ഡേറ്റ് ഓഫ് AGM ആണ്. ഇവിടെയും ചില കുട്ടികൾ അതിനെക്കിട്ട് മെസ്സപ്പ് ചെയ്യാറാണ്. അതിനൊന്നും ആവശ്യമൊന്നുമില്ല. CA ഇന്റർമീഡിയറ്റിലൊക്കെ പഠിപ്പിക്കുമ്പോഴേ അവരൊക്കെ വളരെ ക്വിക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് കമ്പ്യൂട്ടേഷൻ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നോക്കാം. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് പൊതുവേ CA ഇൻസ്റ്റിറ്റ്യൂട്ടും CS ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ പൊതുവെ ഇന്റർമീഡിയറ്റിൽ, അതായത് എക്സിക്യൂട്ടീവ് ഈ ലെവലിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന ടൈം ലിമിറ്റ് ഓഫ് ഹോൾഡിംഗ് AGM ഒക്കെ. അത്രത്തോളം കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ AGM വെക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആവണ്ടേ അല്ലേ? അപ്പോൾ ആ വർഷത്തെ കണക്കെടുപ്പാണല്ലോ ഇല്ലേ? ഒരു വർഷത്തെ കണക്കെടുപ്പും അത് പ്രസന്റ് ചെയ്യലാണല്ലോ മെയിൻ ഉദ്ദേശം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫിനാൻഷ്യൽ ഇയർ കഴിയണം. അപ്പോൾ അതുകൊണ്ട് ആ ബൈ ഡീഫോൾട്ട് അത് മറക്കരുത്. മാർച്ച് 31 ശേഷമാണ് ആ വർഷത്തെ AGM നടക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടൊക്കെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്കിനി ടൈം ലിമിറ്റും കാര്യങ്ങളും നോക്കാം. ഓരോ കലണ്ടർ ഇയറിലും ഓരോ AGM ആണ്. AGM എന്ന വാക്കിനർത്ഥം തന്നെ ഓരോ വർഷവുമാണെന്നുള്ള കാര്യം ക്ലിയർ ആണ്. ഡ്യൂ ഡേറ്റ് നമുക്ക് നോക്കാം. ഞാൻ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് AGM ഓഫ് എ കമ്പനി should be held within 9 months from the closing of the first financial year. അപ്പോൾ ആദ്യത്തെ വർഷത്തെ AGM, അതായത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത വർഷത്തെ AGM ആദ്യത്തെ വർഷവും നടത്തണം. ആ അക്കൗണ്ടിങ് ഇയറിൽ എപ്പോ കമ്പനി രജിസ്റ്റർ ചെയ്താലും ആ അക്കൗണ്ടിങ് ഇയറിന്റെ മാർച്ച് 31 ശേഷം 9 മാസത്തിനകം ആദ്യത്തെ വർഷത്തെ AGM നടത്തിയിരിക്കണം. അതായത് മാർച്ച് 31 പ്ലസ് 9 months ടൈം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു ക്രിട്ടിക്കലായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഏപ്രിൽ 15 രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ്. വേണ്ട, ഏപ്രിൽ പറഞ്ഞതിനെ കുറിച്ച് കൺഫ്യൂഷൻ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ലൈക്ക് ഫെബ്രുവരി 1 രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്.
അപ്പോൾ ഫെബ്രുവരി 1 രജിസ്റ്റർ ചെയ്തേ ഉള്ളൂ കമ്പനി. ആദ്യത്തെ വർഷമാണ്, കുഞ്ഞു കമ്പനിയാണ്, രജിസ്റ്റർ ചെയ്തേ ഉള്ളൂ. ബാക്കിലോട്ട് വർഷമില്ല. കാരണം വെച്ചാൽ കമ്പനി ജനിച്ചത് തന്നെ ഫെബ്രുവരി 1. അപ്പോൾ കുട്ടികൾക്കൊരു ഡൗട്ട് തോന്നും, ഇനി എന്തിനാ AGM സമയമായില്ലല്ലോ എന്ന് തോന്നും അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഫെബ്രുവരി 1 രജിസ്റ്റർ ചെയ്താൽ ഫെബ്രുവരി മാർച്ച് 2 മാസം ഉണ്ടല്ലോ, ഇതുവരെയുള്ള കണക്കെടുക്കണം. കണക്കൊക്കെ എടുത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാർച്ച് 31 ക്ലോസ് ചെയ്ത് അവിടെ നിന്നും 9 മാസത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആദ്യത്തെ വർഷത്തെ AGM നടത്തി. സോ ഇതാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്കറിയാവുന്നൊരു കമ്പനി ഉണ്ടായിരുന്നു, മാർച്ച് 10 രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. എങ്കിൽ പോലും AGM നടത്തണം. കാരണം മാർച്ച് 10 രജിസ്റ്റർ ചെയ്യില്ല, 31 വരെ 10-20 ദിവസം ഇല്ല. അത്രയും ദിവസത്തെ കണക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം മാർച്ച് 31 പ്ലസ് 9 മാസം. അപ്പോൾ ഇനി കുറച്ചുകൂടി നക്ഷലായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഓഫ് AGM ഓഫ് ഇൻകോർപ്പറേഷൻ, ഇൻകോർപ്പറേറ്റ് ചെയ്ത ഫസ്റ്റ് ഇയറിൽ മാർച്ച് 31 പ്ലസ് 9 മാസത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ആദ്യത്തെ വർഷത്തെ AGM നടത്തിയിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് മാൻഡേറ്ററി. ഈവൻ 1 ഡേ, 2 ദിവസം, 3 ദിവസം ഉണ്ടെങ്കിൽ പോലും. ഇപ്പോൾ മാർച്ച് 20 രജിസ്റ്റർ ചെയ്ത കമ്പനിയാണെന്ന് വെച്ചാൽ, കാരണം അങ്ങനെ വരാം. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഫെബ്രുവരിയിലൊക്കെ ഇൻകോർപ്പറേഷൻ തുടങ്ങിയ കമ്പനി ആയിരിക്കും. ഇൻകോർപ്പറേഷനിൽ കുറേ ഇടും, റീസബ്മിഷനും ഫോമും ഒക്കെ വന്നതിന് ശേഷം ചിലപ്പോൾ രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന അവസാനമായിരിക്കും അല്ലേ? ബട്ട് സ്റ്റിൽ യു ഹാവ് ടു കണ്ടക്ട് ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് AGM ഓൾസോ. ആൻഡ് ഫോർ യു ലോ അലൗസ് യു 9 months ടൈം. അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്ത് മാർച്ച് 31 കഴിഞ്ഞ് 9 മാസം വരെ സമയം തരുന്നുണ്ട്. ആൻഡ് 9 മാസം എന്നുള്ള സമയം ബൈ ഡീഫോൾട്ട് നിങ്ങൾക്കറിയാം ഡിസംബർ 30 അല്ലേ? മാർച്ച് കഴിഞ്ഞാൽ അല്ലേ? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. കറക്റ്റ് ഡിസംബർ 30. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ്. ഇനി നിങ്ങൾ ഈഗിളി വെയിറ്റ് ചെയ്യുന്ന സബ്സിക്വന്റ് ഇയറിനെ കുറിച്ചായിരിക്കും. ഫസ്റ്റ് ഇയർ ക്ലിയർ ആയിട്ട് സെറ്റിൽഡ് ലോ ആണ്. സബ്സിക്വന്റ് വർഷങ്ങളുടെ AGM എന്ന് പറയുന്നത് മാർച്ച് 31 അക്കൗണ്ട്സ് ക്ലോസ് ചെയ്ത് പ്ലസ് 6 മാസം സമയമാണ്. ഫസ്റ്റ് AGM-ന് 9 മാസം സമയമുണ്ട്, സബ്സിക്വന്റ് AGM-ന് 6 മാസമേ സമയമുള്ളൂ. ദാറ്റ് ഈസ് സെപ്റ്റംബർ 30. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് AGM 31st March പ്ലസ് 9 months, സബ്സിക്വന്റ് AGM 31st March പ്ലസ് 6 months. പക്ഷെ ഇവിടെ ഒരു ലോ കൂടെ നമ്മൾ കംപ്ലൈ ചെയ്യണം. കാരണം തലേ വർഷത്തെ AGM ഉണ്ടല്ലോ, ഫസ്റ്റ് വർഷത്തെ AGM-ന് തലേ വർഷത്തെ AGM ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ അത് നോക്കണ്ട. പക്ഷെ സബ്സിക്വന്റ് AGM-നെ സംബന്ധിച്ചോളം തലേ വർഷത്തെ ഒരു AGM കിടപ്പുള്ളതുകൊണ്ട് ഈ 6 മാസം എന്നുള്ള ടൈം ലിമിറ്റ് ഒരു ക്രൈറ്റീരിയയും, രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണ് കഴിഞ്ഞ AGM-ത്തിൽ നിന്നും ഈ AGM-ല് 15 മാസത്തിന് മുകളിൽ കൂടാനും പാടില്ല. സോ ദിസ് ഈസ് വെരി ക്രിട്ടിക്കൽ. ഈ 2 കണ്ടീഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലൈ ചെയ്യണം. എവിടെ സബ്സിക്വന്റ് AGM-ല്. ഒരു കണ്ടീഷൻ എന്താണ്, അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്ത് മാർച്ച് 31 പ്ലസ് 6 മാസം. അടുത്ത കണ്ടീഷൻ എന്താണ്, കഴിഞ്ഞ AGM നടന്നിട്ട് 15 മാസം കൂടാനും പാടില്ല. അപ്പൊ ഈ 2 ഡേറ്റിന്റെയും വിച്ച് എവർ ഈസ് ഏർലിയർ ഡേറ്റ് ആയിരിക്കണം നിങ്ങൾ നടത്താൻ പോകുന്ന AGM. സോ ദിസ് ഈസ് വെരി 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 ക്രിട്ടിക്കൽ. ഐ റിപ്പീറ്റ് അഗെയിൻ, സെപ്റ്റംബർ 30 ആണ്. സെപ്റ്റംബർ 30 എങ്ങനെയാണ് സാറ് പറഞ്ഞത്, മാർച്ച് 31 പ്ലസ് 6 മാസം ആവുമ്പോൾ സെപ്റ്റംബർ 30. ഈ സെപ്റ്റംബർ 30 എന്ന് പറയുന്ന ഒരു ഡേറ്റ്, സന്തോഷം, ആ ഡേറ്റ് നോക്കിയാൽ മതി, സംഭവിച്ചു. പക്ഷെ കഴിഞ്ഞ AGM-ന്റെ ഡേറ്റ് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് 15 മാസത്തിന് മുകളിൽ പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മുകളിൽ പോകാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ വയലേഷൻ വരും. അപ്പൊ ഈ 2 ഡേറ്റിന്റെയും വിച്ച് എവർ ഈസ് ഏർലിയർ ഡേറ്റിന്റെ അകത്ത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, AGM നടത്തിയിരിക്കണം, അല്ലെങ്കിൽ വയലേഷൻ വരും. ഇനി ഒരു ലോയും കൂടെ ഉണ്ട്, അതും കൂടെ തീർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എക്സ്റ്റൻഷൻ, അതും കൂടെ ഞാനൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, എക്സംഷൻ നമുക്കറിയാം, OPC-ന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും സമയങ്ങളായിണ്ട. എക്സ്റ്റൻഷൻ ഓഫ് വാലിഡിറ്റി ഓഫ് AGM, ഇതും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി വരാം. കുട്ടികളെ, ഫസ്റ്റ് AGM ഒഴികെ ബാക്കി എല്ലാ AGM-നും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ROC, രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 മാസം വരെ AGM നടത്താനായിട്ട് എക്സ്റ്റൻഷൻ തരും. അതായത് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ 30 വരെയാണ്. അതായത് മാർച്ച് 31 പ്ലസ് 6 മാസമാണ്. പക്ഷെ സെപ്റ്റംബർ 30-ന്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾക്ക് AGM നടത്താൻ പറ്റിയില്ലെങ്കിൽ
നിങ്ങൾ ROC ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാസം വരെ എക്സ്റ്റൻഷൻ കിട്ടും. അങ്ങനെ 3 മാസം വരെ എക്സ്റ്റൻഷൻ കിട്ടിയാൽ സെപ്റ്റംബർ 30 എന്ന് പറയുന്നത് എങ്ങോട്ട് മാറും? ഡിസംബർ 30 പോകും. അതിനർത്ഥം 6 മാസം എന്നുള്ള എങ്ങോട്ട് മാറും? 9 മാസം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ എക്സ്റ്റൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, കുട്ടികളെ എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡ്യൂ ഡേറ്റിന് മുമ്പ് അപ്ലൈ ചെയ്യണം. ഡ്യൂ ഡേറ്റ് സെപ്റ്റംബർ 30 കഴിഞ്ഞു പോയാൽ ഓൾറെഡി സെക്ഷൻ 96 നിങ്ങൾ വയലേറ്റ് ചെയ്തു. അതുകൊണ്ട് സെപ്റ്റംബർ 30 മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യുകയും അപ്ലൈ ചെയ്താൽ ROC മാക്സിമം 3 മാസം വരെ എക്സ്റ്റൻഷൻ തരും. ഈ 3 മാസം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ രജിസ്റ്ററായി കിടക്കുന്നുണ്ട് തന്നെ 3 മാസവും ഡീഫോൾട്ടായിട്ട് ബൈ ഡീഫോൾട്ടിട്ട് ROC തരുമെന്ന് അർത്ഥമില്ല. മനസ്സിലായില്ലേ? 3 മാസം വരെ തരാമെന്നേ പറയുന്നുള്ളൂ. അത് ചിലപ്പോൾ 15 ദിവസമായിരിക്കാം, 40 ദിവസമായിരിക്കും, ചിലപ്പോൾ 2 മാസമായി. There are many companies I know where you will get an extension up to 1 month or 2 months. So 3 months is the maximum period is allowable under section 96. Clear? Now ഇനി നമുക്ക് ഒന്നുകൂടി നമുക്ക് ടൈം ലിമിറ്റ്സ് നോക്കാം. അപ്പം ഞാൻ കുറച്ചുകൂടി സിമ്പിളായിട്ട് ചോദിച്ചാൽ, ഗായത്രി കേട്ടോളെ, സിമ്പിളായിട്ട് ചോദിച്ചാൽ ശരിക്കും ഇങ്ങനെയല്ലേ? ശരിക്കും 9 മാസമല്ലേ ഡ്യൂ ഡേറ്റ് അല്ലേ? ശരിക്കും ഏജ് നടത്തേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 31 പ്ലസ് 9 മാസമാണ്. പക്ഷേ ഫസ്റ്റ് AGMനെ സംബന്ധിച്ചോളം ആദ്യമേ 9 മാസം തരും. പക്ഷെ സബ്സിക്വന്റ് AGMനെ സംബന്ധിച്ചോളം ആദ്യ 6 മാസം തരും. 6 മാസത്തിനകത്ത് AGM നടത്താൻ പറ്റിയില്ലെങ്കിൽ എക്സ്റ്റൻഷൻ ചോദിച്ചാൽ വീണ്ടും ഒരു 3 മാസം കൂടെ തരാം. അപ്പൊ അവിടെ 9 അല്ലേ? ഗായത്രി ശരിയല്ലേ? അപ്പൊ ഇതാണ് ലോയുടെ ഇന്റർപ്രിട്ടേഷൻ. മനസ്സിലായില്ലേ? അതായത് ആദ്യം ശരിക്കും ലോയുടെ ഉദ്ദേശം 9 മാസമാണ്, ഡിസംബർ 30 വരെ സമയം തരാം. പക്ഷേ സബ്സിക്വന്റ് AGMനെ സംബന്ധിച്ചോളം സെപ്റ്റംബർ 30 വരെ തരത്തുള്ളൂ. നല്ലൊരു ശതമാനം കമ്പനി സെപ്റ്റംബർ 30 നടത്തും. പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇംപ്രാക്ടിക്കബിൾ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങളെ കയ്യിൽ ഒതുങ്ങാത്ത കാരണങ്ങൾ കൊണ്ട് അക്കൗണ്ട്സ് ഡിലേ ആവുന്നുണ്ട്, പല പല കാരണങ്ങൾ കൊണ്ട് ഓഡിറ്റ് ഡിലേ ആവുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 3 മാസം കൂടെ എക്സ്റ്റൻഷൻ തരാം എന്നേ പറഞ്ഞുള്ളൂ. തരുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. റിജക്ട് ചെയ്ത കേസുകളുണ്ട്, ഒരു മാസമേ കിട്ടത്തുള്ളൂ. ദാറ്റ്സ് ഡിപ്പെൻഡ്. പക്ഷേ ലോയുടെ ഇന്റർപ്രിട്ടേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ഗെറ്റിംഗ് 3 months എക്സ്റ്റൻഷൻ ദെൻ 6 months വിൽ ബി എക്സ്റ്റെൻഡ് ടു 9 months. അതാണ് സാർ നേരത്തെ പറഞ്ഞത്. ഫസ്റ്റ് AGMന് 9 മാസമാണ്, സബ്സിക്വന്റ് AGMന് 9 മാസമാണ്. പക്ഷേ സബ്സിക്വന്റ് AGMനെ സംബന്ധിച്ചോളം ആദ്യ 6 മാസം തരും. പിന്നെ എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്താൽ 3 മാസം കൂടെ തരും. ഈ എക്സ്റ്റൻഷൻ ഫസ്റ്റ് AGMന് ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓൾറെഡി 9 മാസം അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഫസ്റ്റ് AGMന് ഇത്തരം എക്സ്റ്റൻഷൻസ് കിട്ടുന്നതല്ല. എനി ക്ലാരിഫിക്കേഷൻ? എന്തെക്കൊണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്തി തോന്നി. ഞാൻ പറഞ്ഞു in your life you are not going to study these type of things, so make it very clear. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം വളരെ പതുക്കെ എടുക്കുന്നുള്ളൂ. വളരെ ഓരോ കാര്യങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. എനി ഇന്റർപ്രിട്ടേഷൻ ഗ്യാപ്പ് പ്ലീസ് ലെറ്റ് മീ നോ സോ ദാറ്റ് ഐ ക്യാൻ എക്സ്പ്ലെയിൻ ക്രിട്ടിക്കലി മോർ. ക്ലിയർ? സൗമ്യ ക്ലിയർ ആയോ? ആദിത്യ ക്ലിയർ ആണോ? Yes. So any doubts you can stop me. And you know how would I take class. Any doubts you can stop me. Pradeep. Sir, 3 months ഒന്നു പറയാം സർ. ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അതായത് സബ്സിക്വന്റ് AGM എന്ന് പറയുമ്പോൾ തലേവർഷം ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഫസ്റ്റ് AGMന് അങ്ങനെ ഒരു കണക്കില്ലല്ലോ. കാരണം ഫസ്റ്റ് AGM ആയിട്ട് തലേവർഷം ഇല്ല. അപ്പൊ സബ്സിക്വന്റ് AGMനെ സംബന്ധിച്ചോളം തലേവർഷം എന്നൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് 6 മാസം എന്ന ഡ്യൂ ഡേറ്റ് നോക്കുമ്പോൾ അതൊരു കണ്ടീഷനാണ്. രണ്ടാമത്തെ കണ്ടീഷൻ തലേ AGMഉം ഇപ്പൊ നടത്താൻ പോകുന്ന AGM തമ്മിൽ 15 മാസത്തിൽ കൂടാനും പാടില്ല. അപ്പൊ അതിനർത്ഥം മാർച്ച് 31 പ്ലസ് 6 മാസം അല്ലെങ്കിൽ തലേ AGM നടന്ന് 15 മാസം വിച്ചെവർ ഇസ് ഏർലിയർ ഡേറ്റ്. അത് മുമ്പുള്ള ഡേറ്റ് 2 ഡേറ്റ് എടുത്തു വെച്ചിട്ട് 2ന്റെ ഏർലിയർ ഡേറ്റ് എടുത്ത് വെച്ചിട്ട് കമ്പാരിറ്റീവ് നോക്കിയിട്ട് ആ ഏർലിയർ ഡേറ്റിന്റെ അകത്ത് AGM നടത്തിയാലേ സെക്ഷൻ 96 കംപ്ലൈ ആവത്തുള്ളൂ. കാരണം അവിടെ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന് അക്കൗണ്ട് ഇയർ ക്ലോസ് ചെയ്ത് 6 മാസവും, 2 കഴിഞ്ഞ AGM നടന്ന് 15 മാസവും. വിച്ചെവർ ഇസ് ഏർലിയർ. ഇത് കഴിഞ്ഞു പോയി, ഈ ഡേറ്റ് കഴിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? വയലേഷൻ. ഓക്കെ യാ ഓക്കെ സർ. സർ അപ്പോൾ ഏപ്രിൽ 2-ാം തീയതി പുതിയതായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അടുത്ത മാർച്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് പ്ലസ് 9 മതിയല്ലോ? മതി. വെരി ഗുഡ്, കറക്റ്റ്. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതി ചിലരൊക്കെ ചെയ്യും. അക്കൗണ്ടിങ് ഇയർ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ചിലരെന്ന് വെച്ചാൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ കയറി കമ്പനി രജിസ്റ്റർ ചെയ്യും. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് രജിസ്റ്റർ ചെയ്താൽ ആ വർഷത്തേക്ക് വെയിറ്റ് ചെയ്യുക. അടുത്ത വർഷം മാർച്ച് 31 വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം 9 മാസത്തിനകത്ത് കമ്പനിയുടെ AGM നടത്തിയാൽ. So this is a very critical law and most of the companies ഇന്ത്യയിലെ നല്ലൊരു ശതമാനം കമ്പനീസും AGM നടത്തുന്നത് സെപ്റ്റംബർ ലാസ്റ്റ് ആഴ്ചയാണ്. കാരണം എല്ലാ കമ്പനിക്കും ഈ നിയമം ബാധകമാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ലാസ്റ്റ് സെപ്റ്റംബർ വീക്കിൽ
ഒരുപാട് എല്ലാ കമ്പനിയുടെയും AGM നടക്കും. ഒക്ടോബർ ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ എനിക്കൊക്കെ വന്നു തുടങ്ങി ഡിവിഡൻഡ് വാറൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം AGM-ൽ വെച്ചാലേ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അറൗണ്ട് ഒക്ടോബർ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ആകുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് നോട്ടിഫിക്കേഷൻ വരും. എനിക്ക് കുറേ കമ്പനി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് നല്ല ഷെയറിൽ ഉള്ള ഒരുപാട് പേർക്ക് വന്നു. അപ്പോൾ നമുക്കിതൊരു സീസണാണ്, നമുക്കറിയാൻ പറ്റും. AGM ഒക്കെ നടക്കുന്നത് സെപ്റ്റംബറിലായതുകൊണ്ട് തന്നെ ഒക്ടോബർ ആകുമ്പോൾ ഇങ്ങനെ വലിയ എമൗണ്ടൊന്നും അല്ല എങ്കിലും ചെറിയ എമൗണ്ട് ഇങ്ങനെ പല കമ്പനികളിലും ഡിവിഡൻഡ് വരും. അപ്പോൾ ഇതൊരു സീസണാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതൊരു ഒരു നമ്മൾ പറയത്തില്ല ഒരു നല്ലൊരു സീസണാണ്, കുറച്ച് വരുമാനം കിട്ടുന്ന സീസണാണ്. യാ, സോ എനി ഡൗട്ട്സ് യു ക്യാൻ സ്റ്റോപ്പ് മീ ആൻഡ് ആസ്ക്. പ്രീത് ഓക്കെ അല്ലേ? അപ്പോൾ എക്സ്റ്റൻഷൻ പറഞ്ഞു. ഫസ്റ്റ് AGM-ന് എക്സ്റ്റൻഷൻ ഇല്ല, കാരണം ഓൾറെഡി 9 മാസം ഉണ്ട്. അപ്പോൾ പിന്നെ എക്സ്റ്റൻഷന് ചോദ്യം ഉദിക്കുന്നില്ല. ഇതിങ്ങനെ പഠിച്ചാൽ അത് മനസ്സിലാവത്തുള്ളൂ. 9 തന്നെയാണ് 9, ആദ്യം 9 പിന്നെ 6 + 3 എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട്. ഇല്ലെങ്കിൽ കയറി ഫസ്റ്റ് AGM-ന് എക്സ്റ്റൻഷൻ എഴുതി കളയും. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കിനി ഒരു ബ്രേക്ക് എടുക്കാം. ഇനി നമുക്ക് ടൈമും പ്ലേസും ഒക്കെയാണ്. ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം നമുക്ക് 5 മിനിറ്റ്സിന് ശേഷം നമുക്ക് അടുത്ത് തുടങ്ങാം. ഓക്കെ, okay, now we will look into the day, time and place for holding AGM. നമ്മൾ ജനറൽ മീറ്റിംഗ് പഠിക്കുമ്പോൾ ആസ് എ സ്റ്റുഡൻസ് പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴും ബോർഡ് മീറ്റിങ്ങിൻ്റെ പ്രൊവിഷൻസും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ആദ്യം ജനറൽ മീറ്റിങ്ങിൻ്റെ പറയാം. AGM-ൻ്റെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമയമാണ്. ഏത് സമയത്താണ് നമ്മൾ AGM കൂടേണ്ടത്? ഈ AGM-ൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഓൾറെഡി അറിയാം. ഓർഡിനറി ബിസിനസ്സിൽ ഡയറക്ടർ അപ്പോയിൻമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓഡിറ്റർ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ നിർണായകമായിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് നടക്കുകയും വർഷം തോറുമുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്രൂവ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും പാതിരാത്രിയോ അല്ലെങ്കിൽ ഇല്ലേ അസമയങ്ങളിൽ മീറ്റിംഗ് കൂടുന്നതിനോട് ലോയ്ക്ക് യോജിപ്പില്ല. പഴയ കമ്പനീസ് ആക്ടിൽ ഓഫീസ് അവേഴ്സ് എന്ന് പറഞ്ഞ് മാത്രം അത് ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പുതിയ കമ്പനീസ് ആക്ട്, അതായത് 2013 ആക്ടിൽ ഈ ഓഫീസ് അവേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് എന്താണെന്നും കൂടെ ലോയിൽ പറയും. അപ്പോൾ ഈ നട്ഷൽ AGM ക്യാൻ ബി കണ്ടക്റ്റഡ് ഓൺലി അറ്റ് ബിസിനസ് അവേഴ്സ്. ഔദ്യോഗികപരമായിട്ടുള്ള ഒഫീഷ്യൽ ബിസിനസ് അവേഴ്സിൽ മാത്രമേ AGM നടത്താൻ പാടുള്ളൂ. അപ്പോൾ എന്താണ് ബിസിനസ് അവർ? ആക്ടിൽ പറയുന്നുണ്ട് 9 AM ആൻഡ് 6 PM. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് അത്രേ ബിസിനസ് അവേഴ്സ്. അപ്പോൾ ഇതാണ് സമയത്തിൻ്റെ ലോ. എത്രയാണ്? രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ 9 മണി മുതൽ രാവിലെ, എനിക്ക് തോന്നുന്നു ഒരുപ്പെട്ട ഓഫീസ് ടൈമൊക്കെ അങ്ങനെയാണല്ലേ, 9 മണി. ഗവൺമെൻറ് ഒക്കെ 10 ആയിരിക്കും, പക്ഷേ സാധാരണ രീതിയിൽ പ്രൈവറ്റ് സെക്ടറിലൊക്കെ 9 AM. അതാണ് 9 AM പിടിക്കാൻ കാര്യം. വൈകിട്ട് 5, 5:30, 6, അതുകൊണ്ടാണ് 6-ൽ പിടിക്കാൻ കാര്യം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗായത്രി, ഈ രാവിലെ 9 മണിയും 6 മണിക്കകത്ത് മീറ്റിംഗ് തുടങ്ങി തീരണമെന്നാണോ ലോയിൽ പറഞ്ഞിരിക്കുന്നത്? അപ്പോ പൊതുവെ ഉള്ളൊരു ഇന്റർപ്രിട്ടേഷൻ എന്ന് വെച്ചാൽ 9 മണിക്ക് ശേഷം തുടങ്ങി വൈകിട്ട് 6 മുമ്പ് എത്തിക്കണമെന്നാണ്. പക്ഷെ അങ്ങനെ അല്ല ലോയുടെ ഇന്റർപ്രിട്ടേഷൻ. ലോയുടെ ഇന്റർപ്രിട്ടേഷൻ, നിങ്ങൾ നോട്ടീസിൽ പറയുന്ന സമയമുണ്ട് അല്ലേ, നോട്ടീസിൽ ഒരിക്കലും തീരുന്ന സമയം പറയാറുണ്ടോ? മീറ്റിംഗിന്റെ സമയം 10:30 അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2:30 അല്ലെങ്കിൽ 3:30. ഈ പറയുന്ന സമയമാണ് ലോയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന മീറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 9 മണിക്കും വൈകിട്ട് 6 മണിക്ക് ഇടയിലാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ മീറ്റിംഗ് തുടങ്ങി തീരുന്ന സമയം ലോയിൽ പറഞ്ഞിട്ടില്ല. ലോയ്ക്ക് അങ്ങനെ പറയാനും പറ്റത്തില്ല. ഹൗ ക്യാൻ എ ലോ സൈസ് ദാറ്റ്? ഡിസ്കഷൻ നീണ്ടുപോവാണെങ്കിൽ എന്ത് ചെയ്യും? സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇന്റർപ്രിട്ടേഷൻ ഹിയർ. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇന്റർപ്രിറ്റ് ദാറ്റ് ദ മീറ്റിംഗ് ഇൻ ബിറ്റ്വീൻ. ഇപ്പോൾ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് നടത്തണം. ഈ നടത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റിംഗ് തുടങ്ങുന്ന സമയമാണ് കുട്ടികളെ പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ നോട്ടീസ് അയക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ടൈം പറയും. എന്താണ്? ദ AGM ഓഫ് ദ കമ്പനി നോട്ടീസ് ഈസ് ഹിയർ ബൈ ഗിവൺ ദാറ്റ് ദ AGM ഓഫ് ദ കമ്പനി വിൽ ബി ഹെൽഡ് അറ്റ് 10:30 AM അല്ലെങ്കിൽ 11:30 AM 2:30 PM എന്ന് പറയും. ആ ടൈമാണ്
ഇതിൻ്റെ അകത്ത് നിർത്തണം. പക്ഷേ ദ മീറ്റിംഗ് മേ എൻഡ് ബിയോണ്ട് 6 PM. ഫോർ എക്സാമ്പിൾ, I am conducting an AGM and the notice says that the AGM is scheduled to be held at 5 PM എന്ന് പറഞ്ഞു വെച്ചു. 4 അജണ്ട ആയിട്ട് ഉണ്ട്, അറിയാലോ. 5 മണിക്കെന്ന് പറഞ്ഞു, 5 മണിക്ക് എല്ലാവരും വരുന്നു, സന്തോഷം. ഇവിടെ 5 മണിയെന്ന് പറയുമ്പോൾ മീറ്റിംഗ് നടക്കുമ്പോൾ ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവാം. ഡിവിഡൻഡിൽ പൊതുവെ വിപ്ലവകരമായ ചർച്ചകൾ ഉണ്ടാവാം. ഡയറക്ടർ അപ്പോയിന്റ്മെന്റിൽ ചില തർക്കങ്ങൾ ഉണ്ടാവാം. ഇത് 5 മണിക്ക് തുടങ്ങി 5:30, 6, 6:30, 7, 8, 8:30, 9 മണിക്ക് ചിലപ്പോൾ തീരും രാത്രി. അത് കുഴപ്പമില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഇന്റർപ്രറ്റ് ദാറ്റ് 9 AM to 6 PM is the time stated by the law as business hours. It means that the time which is stated in the AGM in the notice should fall in between this. But the law does not say that the meeting should conclude within 6 PM. Gayatri മനസ്സിലായോ? യെസ്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. മീറ്റിങ്ങിൻ്റെ സമയമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല മീറ്റിംഗ് നടന്ന് തീർക്കേണ്ട സമയം ലോയിൽ പറഞ്ഞിട്ടില്ല. ലോയ്ക്ക് എങ്ങനെ പറയാനും പറ്റത്തില്ല, അല്ലേ? ബട്ട് യൂഷ്വലി മീറ്റിംഗ്സ് ആർ കണ്ടക്ടിങ്, അറിയാലോ, രാവിലെ 10 മണി 10:30, അറിയാലോ. നമ്മൾ സാധാരണ മീറ്റിംഗ് വയ്ക്കുന്ന 10:30, 11 മണി ആ ടൈമിൽ വയ്ക്കത്തുള്ളൂ. ദാറ്റ്സ് വി ഓൾ നോ ദാറ്റ്. ബട്ട് സ്റ്റിൽ ഇന്റർപ്രിറ്റിംഗ് ലോ ഈസ് ക്രിട്ടിക്കൽ. സോ ഒന്നുകൂടി ഞാൻ പറയാം, മീറ്റിംഗ് ബിസിനസ് അവേഴ്സിലേ നടത്താൻ പാടുള്ളൂ. നടത്താൻ പാടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന സമയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സമയം എന്ന് പറയുന്നത് രാവിലെ 9-നും 6 മണിക്കും ഇടയ്ക്കായിരിക്കും. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ബട്ട് ദ മീറ്റിംഗ് വിൽ സ്റ്റാർട്ട് ഇൻ ബിറ്റ്വീൻ and the meeting may go beyond 6 PM or 7 PM or 8 PM. The law is not worried about that. It is not a violation. I hope it is clear. Second question is about the day. Date അല്ല, ഡേറ്റിനെ കുറിച്ച് ലോയിൽ പറഞ്ഞിട്ടില്ല, ഡേയെ കുറിച്ച് പറഞ്ഞു. ഡേ അറിയാലോ, വെനസ്ഡേ, പബ്ലിക് ഹോളിഡേ, എന്ന് നടത്താം എന്നാണ്. And again here is, I should say, a comparison between the earlier law which speaks about public holiday. പഴയ ലോയിൽ AGM can be conducted on any day except public holiday എന്നായിരുന്നു. എന്നാൽ 2013 ആക്ടിൽ പബ്ലിക് ഹോളിഡേ എന്ന വാക്ക് മാറ്റിക്കൊണ്ട് നാഷണൽ ഹോളിഡേ എന്ന വാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനർത്ഥം ഒരു കമ്പനിയുടെ AGM നാഷണൽ ഹോളിഡേ ഒഴികെ ബാക്കി എന്ന് വേണമെന്നുണ്ടെങ്കിലും AGM നടത്താം. And you know very well, being a student, national holiday ഇന്ത്യയിൽ at present 3 നാഷണൽ ഹോളിഡേയ്സേ ഉള്ളൂ. എല്ലാവർക്കും അറിയാമായിരിക്കും. August 15 ഇൻഡിപെൻഡൻസ് ഡേ, January 26 റിപ്പബ്ലിക് ഡേ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞു പോയ October 2, 2 ദിവസമേ ഉള്ളൂ, അല്ലേ? എന്താണ്? ഗാന്ധി ജയന്തി ഡേ. ഈ 3 ദിവസത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നാഷണൽ ഹോളിഡേ. ഈ 3 ദിവസം ഒഴികെ വേറെ എന്ന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് AGM നടത്താം, ഇൻക്ലൂഡിങ് എ പബ്ലിക് ഹോളിഡേ നടത്താം, ഞായറാഴ്ച നടത്താം, ഒരു കുഴപ്പവും. ആൻഡ് റീസെൻ്റ്ലി ഐ ഗോട്ട് എ കോൾ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പൂജ ഹോളിഡേ ഇപ്പോൾ കഴിഞ്ഞുള്ളൂ, അല്ലേ? അറിയാലോ, ഈ സെപ്റ്റംബറിലാണ് ഒരുതുപ്പെട്ട എല്ലാ കമ്പനികളുടെയും നല്ലൊരു ശതമാനം കമ്പനികളുടെ AGM നടക്കുന്നത്. ഐ തിങ്ക് ദ ഡേറ്റ് ഇഫ് ഐ റിമെമ്പർ ഈ September 29 ഒരു AGM വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് യു ഓൾ നോ, ഈ പ്രാവശ്യം സ്റ്റേറ്റ് ഗവൺമെൻറ് അത് പൂജാ അവധിയായിട്ട് പ്രഖ്യാപിച്ചു. ഇതുപോലെ പല സ്റ്റേറ്റുകളിലും, ഇപ്പോൾ മഹാരാഷ്ട്രയിലും ഒക്കെ എന്ത് ചെയ്തുകൊണ്ട് പബ്ലിക് ഹോളിഡേ പ്രഖ്യാപിക്കും. കണ്ടിട്ടില്ലേ? ടി വിയിലൊക്കെ കണ്ടു, പൊതു അവധി പ്രഖ്യാപിച്ചു. ഓൾറെഡി ആ ഡേറ്റ് നോട്ടീസ് അയച്ചു. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു, കുഴപ്പമില്ല, അത് പബ്ലിക് ഹോളിഡേ ആയിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചാലും കുഴപ്പമില്ല, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് എ നാഷണൽ ഹോളിഡേ. ബിക്കോസ് ആസ് പെർ സെക്ഷൻ 96, AGM cannot be held only on the national holidays, which is 3. We all know that. ഇത് ഒഴികെയുള്ള ബാക്കി ഏത് ദിവസവും, ഇൻക്ലൂഡിങ് പബ്ലിക് ഹോളിഡേയിലും, ഇൻക്ലൂഡിങ് പൊതു അവധിയിലും, ഇൻക്ലൂഡിങ് ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് എന്ത് വയ്ക്കാം? AGM വയ്ക്കാം. സോ ദാറ്റ് ഈസ് എ വെരി ക്രിട്ടിക്കൽ. സോ ഇറ്റ് ഇസ് എ സെറ്റിൽഡ് ലോ ദാറ്റ് AGM cannot be held only at a national holiday. ഓക്കെ, അത് ഒഴികെ ഉള്ള ബാക്കി ഏത് ദിവസവും, ഞായറാഴ്ചകളിലും പൊതു അവധികളിലും പബ്ലിക് ഹോളിഡേയിലും നിങ്ങൾക്ക് ഇനി മുതൽ AGM വയ്ക്കാം. സോ ദാറ്റ് ഇസ് എ ഗ്രേറ്റ് good thing which you have to look at. Okay, I think it's clear. Doubt undo? Soumi clear ആണോ? Clear ആണ് സർ. Okay. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആര് വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് ചോദിക്കും.
നൗ കമ്മിങ് ടു വെന്യൂ, സ്ഥലം. അപ്പോൾ സമയമായി. അടുത്തത് നമ്മൾ ഡേ പറഞ്ഞു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ഥലമാണ്. ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുമ്പോൾ, വെന്യൂവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ബോർഡ് മീറ്റിംഗിൽ പറഞ്ഞു, ഇവിടെയും പറയുന്നു. ഈ ഓൺലൈനായിട്ട് ഇപ്പോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. ആൻഡ് യു ഓൾ നോ ദാറ്റ് നൗ ഓൺലൈൻ മീറ്റിംഗ്സ് ഈസ് അലൗഡ് ബൈ ദ ലോ, ബൈ വേരിയസ് സർക്കുലേഴ്സ്, ബൈ ദ MCA. അതുകൊണ്ട് തന്നെ ഇനി മുതൽ സ്ഥലത്തിലൊന്നും വലിയ പ്രശസ്തിയില്ല. കാരണം നമ്മളവിടെ പോകണം നിർബന്ധമൊന്നുമില്ലല്ലോ, അല്ലെ, വീട്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്യാം. ഈ വോട്ടിംഗ് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വലിയ റിലവൻസ് ഇല്ല. പണ്ടൊക്കെ ഇത് ഭയങ്കര ചർച്ചയായിരുന്നു എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ. ബട്ട് ഇപ്പോൾ അതിൽ വലിയ റിലവൻസ് ഇല്ല. ബട്ട് സ്റ്റിൽ law says and law allows that the AGM of a company should be held at the registered office of the company. ലോക്ക് ഇഷ്ടം അതാണ്, രജിസ്റ്റേർഡ് ഓഫീസ് നടത്തണം. ഇനി അല്ല രജിസ്റ്റർ ഓഫീസ് നടത്താൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സിറ്റി ആണെങ്കിൽ സിറ്റി ലിമിറ്റ്സിൻ്റെ അകത്തോ, ടൗൺ ആണെങ്കിൽ ടൗൺ ലിമിറ്റ്സിൻ്റെ അകത്തോ, നിങ്ങൾ രജിസ്റ്റർ ഓഫീസ് ഒരു ഗ്രാമീണ പ്രദേശം വില്ലേജിലാണെങ്കിൽ വില്ലേജ് ലിമിറ്റിൻ്റെ അകത്തോ വച്ച് നിങ്ങൾക്ക് AGM കൂടാം. I repeat again, AGM is basically has to be held at the registered office of the company. If it is not possible, രജിസ്റ്റേർഡ് ഓഫീസ് ഒരു സിറ്റിയിലാണിരിക്കുകയാണെങ്കിൽ ആ സിറ്റി പരിധിക്കകത്ത് നടത്താം. എനിക്കങ്ങനെ കാണാൻ അറിയത്തില്ലെങ്കിലും ട്രിവാൻഡ്രം, ഇഫ് ഐ റിമെമ്പർ, ഐ ഡോണ്ട് നോ, ഇഫ് യു ഹാവ് ടു ഹെൽപ്പ് മീ, കഴക്കൂട്ടമാണെന്ന് തോന്നുന്നു, ഇങ്ങോട്ട് നിയമമാണെന്ന് തോന്നുന്നു. ഇഫ് ഐ മൈ ഗസ് ഇസ് റൈറ്റ്, ഐ ഡോണ്ട് നോ, സം അതർ പ്ലേസസ് ഐ ഡോണ്ട് നോ. കഴക്കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ട് ആണ് സിറ്റി ലിമിറ്റ്സ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നടത്താം, ഇത്രയും ദൂരമുണ്ട് നടത്താനായിട്ട്. അതുപോലെ നിങ്ങളൊരു ടൗണിലാണെന്നുണ്ടെങ്കിൽ ആ ടൗൺ ലിമിറ്റ്സിൻ്റെ അകത്തും, അതുപോലെ നിങ്ങളുടെ രജിസ്റ്റർ ഓഫീസ് ഒരു വില്ലേജിലാണെങ്കിൽ ആ വില്ലേജ് ലിമിറ്റ്സിൻ്റെ അകത്ത് നടത്താം. അതിനർത്ഥം അപ്പോൾ ഇതിനൊരു പ്രാക്ടിക്കലായിട്ട് എടുത്ത് ഇപ്പോൾ ചോദിച്ചെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് ഒരു ഡയറക്ടർമാരുടെ ട്രെയിനിങ് എടുക്കാൻ പോയപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി എന്തെന്ന് ചോദിച്ചില്ല. ഇപ്പോഴല്ല, അന്നത്തെ കാലഘട്ടത്തിൽ. ഇപ്പോൾ ഓൺലൈൻ മീറ്റിങ്ങുകളോടൊരു പ്രശസ്തി ഇല്ല അതിന്. ബട്ട് സ്റ്റിൽ AGM എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 5-6 പേരും ആയിരിക്കത്തില്ല വരുന്നത്, അല്ലേ, 10 ചിലപ്പോൾ 300-400 അല്ലെങ്കിൽ ചിലപ്പോൾ 1000 പേരൊക്കെ വരുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ ഓഫീസിൽ അത്രയും സ്ഥലം വേണ്ടേ, അല്ലേ? ഇവരെ ഇരിക്കണം, അവർക്ക് ടീ കോഫി കൊടുക്കണം, ചിലപ്പോൾ ഭക്ഷണം കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, അല്ലേ? ഒരു ഗ്യാതറിംഗ് അല്ലേ, വർഷം തോറും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓണേഴ്സിൻ്റെ മീറ്റിംഗ് അല്ലേ. അപ്പോൾ ഒരു സ്പേസിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ലോയിൽ പണ്ടേ ഒരു ലിവറേജ് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത വലിയ കല്യാണം ഉണ്ടാവോ, അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഹോട്ടൽസിൻ്റെ ബാങ്കിറ്റ് ഹാളൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കാം അന്ന് മുതലേ അത് പറയുന്നത്. രജിസ്റ്റർ ഓഫീസർ പറയുമ്പോൾ ഒരു കമ്പനിയിൽ ഒരു ബോർഡ് റൂമൊക്കെ കാണുമ്പോൾ ഒരു 10-15-20 പേർക്ക് ഇരിക്കാൻ കാണത്തുള്ളൂ, അല്ലേ? അല്ല വലിയ കമ്പനികൾക്ക് മാത്രമേ ഓഡിറ്റോറിയംസ് ഒക്കെ അങ്ങനെ കാണത്തുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ടായിരിക്കാം ലോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രജിസ്റ്റർ ഓഫീസ് നോക്കൂ, രജിസ്റ്റർ ഓഫീസ് ഇല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള സിറ്റി ലിമിറ്റ്സിൻ്റെ അകത്ത് വെച്ച് നടത്തിയാലും മതി എന്ന് ഓൾറെഡി തന്നെ ലോയിൽ പറയാൻ കാര്യം. അപ്പോൾ അത് കഴിഞ്ഞു. സോ ഐ റിപ്പീറ്റ് അഗെയിൻ, ടൈം ഓഫ് ബിസിനസ് അവേഴ്സ് 9 AM to 6 PM അകത്ത് തുടങ്ങിയാൽ മതി, തീരുന്നത് താമസിച്ചാലും കുഴപ്പമില്ല. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഡേ. Except 3 national holidays, any other holiday you can, or any other day you can conduct AGM. And third one is regarding the place, is preferably at the register office of the company, and if it is not in the register office, is not within the അവിടെ സ്പേസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിറ്റി ആണെങ്കിൽ സിറ്റി ലിമിറ്റ്സിൻ്റെ അകത്തും, ടൗൺ ആണെങ്കിൽ ടൗൺ ലിമിറ്റ്സിൻ്റെ അകത്തും, അതുപോലെ തന്നെ വില്ലേജ് ആണെങ്കിൽ വില്ലേജ് ലിമിറ്റ്സിൻ്റെ അകത്തും വെച്ച് നമുക്ക് നടത്താം. Okay, so any doubts? Okay, ഈ അൺലിസ്റ്റഡ് കമ്പനിയാണെങ്കിൽ, ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനിക്ക് ഇത് മാൻഡേറ്ററി ആയിട്ട് കംപ്ലൈ ചെയ്തേ പറ്റൂ. അൺലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ എ ക്ലോസ്ലി ഹെൽഡ് കമ്പനി. വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ AGM നടത്താം, പ്രൊവൈഡഡ് എല്ലാ ഷെയർ ഹോൾഡേഴ്സും നേരത്തെ എന്ത് ചെയ്യണം, നമുക്ക് അപ്രൂവൽ കൊടുത്താൽ മതി. സോ ഇതൊരു നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ, അസ്യൂം ദാറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രത്ത് രജിസ്റ്റേർഡ് ഓഫീസുള്ളൊരു കമ്പനിയാണെന്ന് വയ്ക്കുക. ഓക്കെ, ട്രിവാൻഡ്രത്ത് രജിസ്റ്റർ ഓഫീസുള്ള കമ്പനിയാണ്, 30 ഷെയർ ഹോൾഡേഴ്സ് ഉള്ള കമ്പനിയാണെന്ന് വയ്ക്കുക. ട്രിവാൻഡ്രത്താണ് രജിസ്റ്റർ ഓഫീസ്, 30 ഷെയർ ഹോൾഡേഴ്സ് ഉള്ള കമ്പനിയാണ്. ഈ 30 ഷെയർ ഹോൾഡേഴ്സും ചെന്നൈയിലുള്ള ആൾക്കാരെന്ന് വയ്ക്കുക. അങ്ങനെയൊക്കെ ഉണ്ടാവും കമ്പനി, അല്ലേ? അപ്പോൾ ഇവിടെ ലോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, രജിസ്റ്റർഡ് ഓഫീസിലോ രജിസ്റ്റർ ഓഫീസിൻ്റെ സിറ്റി ലിമിറ്റ്സിൻ്റെ അകത്തും നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺലൈൻ മീറ്റിംഗ് വിടും. ഫിസിക്കൽ മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ 30 പേരും ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിലോ ട്രെയിനിലോ ബസ്സിലോ ഇവിടെ വരണം, അല്ലേ? ശരിയല്ലേ? അങ്ങനെയല്ലേ ലോയിൽ പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ശരിക്കും എളുപ്പം ഏതാ? ആരെങ്കിലും പറഞ്ഞേ പ്രീത, എളുപ്പം എന്തുവാണ് ശരിക്കും?
പ്ലീസ്, ചോദ്യം മനസ്സിലായോ? ഹലോ സാർ. എന്താണ് എളുപ്പം ശരിക്കും? സാർ ഒന്ന് ഇത് ക്ലിയർ അല്ലായിരുന്നു സാർ. അതായത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ട്രിവാൻഡ്രത്താണ്. ഓക്കെ സാർ. കമ്പനിക്ക് 30 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. 30 ഷെയർ ഹോൾഡേഴ്സും ചെന്നൈയിൽ താമസിക്കുന്നവരാ. ആസ് പെർ ദ ലോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റി ലിമിറ്റ്സ് വെച്ച് നടത്തുന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ 30 പേര് ഇവിടെ വരണ്ടേ? വരണം. അപ്പൊ അത് ഒഴിവാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അൺലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ചോളം എല്ലാ ഷെയർ ഹോൾഡേഴ്സും അഡ്വാൻസ് ആയിട്ട് സമ്മതം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ വെച്ച് നടത്താം. അപ്പൊ ഈ ട്രിവാൻഡ്രത്തെ കമ്പനിയുടെ ഈ ഏജ് എവിടെ വെച്ച് നടത്തിയാൽ മതി? ചെന്നൈ വെച്ച് നടത്തിയാൽ മതി. മനസ്സിലായി? ഇത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് ലോയിൽ. ഇത് ഭയങ്കര ഒരു എക്സംഷൻ ആണ്. പക്ഷെ ഇത് അൺലിസ്റ്റഡ് കമ്പനിക്കേ പറ്റൂ. ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ ഇന്ത്യ മുഴുവൻ ഷെയർ ഹോൾഡേഴ്സ് കാണാം. അതങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മനസ്സിലായി. ഇങ്ങനത്തെ പെക്യുലർ കമ്പനീസ് ഉണ്ട്. അതിന്റെ ഓണേഴ്സ് ഒക്കെ വെളിയിലായിരിക്കും, വേറെ സ്ഥലത്തായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇവിടെ എല്ലാവരും വരുന്നത് കോസ്റ്റ് കൂടുതലും. അതിനായിട്ട് നല്ല ഇവിടെ ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അങ്ങോട്ട് മാറ്റിയാൽ മതി, അല്ലേ? അപ്പോൾ ഈ രജിസ്റ്റർ ഓഫീസിൽ നടത്തുന്ന നിയമത്തിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യാം, പ്രൊവൈഡഡ് എല്ലാ മെമ്പേഴ്സും നേരത്തെ എന്ത് ചെയ്യണം? കൺസെന്റ് കൊടുത്തു എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ വെച്ച് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് നടത്താം? നമുക്ക് ഏജ് നടത്താം. ഇന്ത്യക്ക് പുറത്ത് പറ്റത്തില്ല, ഇന്ത്യക്ക് എവിടെ വെച്ച് നടത്താം. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ടിപ്പിക്കൽ എക്സാമ്പിളിൽ ഈ പറയുന്ന ഏജും ഈ കമ്പനിയിൽ നിന്നും ഇവിടെ ട്രിവാൻഡ്രത്ത് നടത്താനായിട്ട് എവിടെ നടത്തിയാൽ മതി? നമ്മൾ ചെന്നൈയിൽ വെച്ച് നടത്തിയാൽ മതി. സോ ദിസ് ഇസ് എ വെരി വെരി ക്രിട്ടിക്കൽ പോയിന്റ്. ഗായത്രിക്ക് ഇത് മനസ്സിലായല്ലോ, അല്ലേ? So this is a very very important practical aspect, but this exemption is available only to an unlisted company. A listed company, because law cannot interpret that, because listed company എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇന്ത്യയിൽ വൈഡർലി ഷെയർ ഹോൾഡേഴ്സ് കാണാം. അപ്പം ഇങ്ങനെ ഒരു എക്സംഷൻ കൊടുക്കുന്നത് ശരിയല്ല. പക്ഷെ അൺലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ചോളം വേണമെങ്കിൽ, ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും അപ്രൂവൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ വെച്ച് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് നടത്താം? In spite of your registered office is some other place, you can conduct the AGM at anywhere in India. So that is a very important point. So any doubts you can stop me and ask. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈ ചാർട്ട് ഞാൻ അതേ പറഞ്ഞു, വീണ്ടും ഇത് വരുമെന്ന് പറഞ്ഞതാ. സെക്ഷൻ 96 ആണ് ഇത്. സെക്ഷൻ 102 പറഞ്ഞിരിക്കുന്നത് ടൈപ്സ് ഓഫ് ബിസിനസ് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ്. OBയും SBയും 4 OBയേ ഉള്ളൂ. SB വേറെ ഏത് 4 ഓർഡിനറി ബിസിനസ് ഒഴികെ ഉള്ള ബാക്കി ഏത് ബിസിനസ്സിനെയും നമുക്ക് സ്പെഷ്യൽ ബിസിനസ് എന്ന് വിളിക്കാം. സ്പെഷ്യൽ ബിസിനസ് ആകുമ്പോൾ എന്ത് ചെയ്യണം? അഡീഷണൽ ആയിട്ട് എന്ത് കംപ്ലൈൻസ് ആണുള്ളത്? സ്പെഷ്യൽ ബിസിനസ് ആകുമ്പോൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ ആയിട്ട് എന്താണ് വേണ്ടേ? എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. കാരണം ഓർഡിനറി അല്ലാത്തത് കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ആജന്റ് ഐറ്റം കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് അനക്സ് ചെയ്യണം. അതൊഴികെ പ്രത്യേകിച്ച് വേറെ കംപ്ലൈൻസസ് ഒന്നുമില്ല. അതാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ സംഭവം. പക്ഷേ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ 4 ഓർഡിനറി ബിസിനസ് എന്ന് പറയുന്നത് AGMൽ വെച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓർഡിനറി ബിസിനസ് അജണ്ട ഐറ്റംസ് AGM അല്ലാതെ വേറെ ഒരു ബിസിനസ്സിലും വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം 96 ആയി, 102 ആയി. 102 ഇത് പിന്നെയും വരും, ഈ ഏരിയ വരും. സോ ഇതാണ്ടോ വീണ്ടും എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് 3ാമത്തെ പ്രാവശ്യമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. ദ സെയിം തിങ് ഓൾറെഡി ഇൻട്രക്ഷനിൽ പറഞ്ഞു, പിന്നെ ഒരു ചാർട്ട് പറഞ്ഞു, പിന്നെ അത് വീണ്ടും പറഞ്ഞു. ഇപ്പോൾ 4 ഓഡിറ്റ് ബിസിനസ് മറക്കരുത്, അറിയായിരിക്കും. കൺസിഡറേഷൻ ഓഫ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സ്, റിപ്പോർട്ട് ഓഫ് ബോർഡ് ഓഡിറ്റേഴ്സ്, ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്, അപ്പോയിൻമെന്റ് ഓഫ് ഡയറക്ടേഴ്സ് in place of retirement, അടുത്തതുപോലെ ഓഡിറ്റേഴ്സ് അപ്പോയിൻമെന്റ് ഇൻക്ലൂഡിങ് ദർ ഫിക്സിംഗ് ദർ റെമ്യൂണറേഷൻ. ബാക്കി എല്ലാ ഐറ്റംസും സ്പെഷ്യൽ ബിസിനസ് ആണ്. ഓർഡിനറി ബിസിനസ് AGMൽ വെച്ച് മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ, EGMൽ ചർച്ച ചെയ്യാനോ പാടില്ല. അപ്പോൾ AGMൽ ഈ 4 ഓർഡിനറി ബിസിനസ് പുറമെ വേറെ അഡീഷണൽ ബിസിനസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിന് നമ്മൾ സ്പെഷ്യൽ ബിസിനസ് എന്ന് വിളിക്കും. അതിന് എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. കേസസ് വലിയ ആവശ്യമില്ല. ഇനി ഒരു ഏരിയ ഇവിടെ നമുക്ക് നോക്കാനുണ്ട്. 2 സെക്ഷൻ എല്ലാവരും കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. AGM മാൻഡേറ്ററി ആണെന്ന് നമ്മൾ പറഞ്ഞു. സെക്ഷൻ 96 OPC ഒഴികെയുള്ള എല്ലാ കമ്പനീസും മാൻഡേറ്ററി ആയിട്ട് AGM കൂടണം. അടുത്ത ഡിസ്കഷൻ നമ്മൾ ടൈം, വെന്യൂ, അതുപോലെ തന്നെ ഡേ ഒക്കെ പഠിച്ചു. ഇതിൻ്റെ നോട്ടീസൊക്കെ പിന്നെ പഠിക്കും. പിന്നെ വെരി ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ലേറ്റർ സ്റ്റേജ്. AGMലെ അടുത്ത 2 സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 97ഉം 99.
തലവത്തിന് പഠിക്കാം. 97ഉം 99. ഡീഫോൾട്ട് ഇൻ ഹോൾഡിംഗ് ഓഫ് AGM അഥവാ കോൺസിക്വൻസ് ഓഫ് നോൺ കണ്ടക്ടിങ് ഓഫ് AGM. AGM നടത്തിയില്ലെങ്കിൽ ഉള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്? സ്വാഭാവികമായിട്ട് പെനാൽറ്റി വരും, അത് പറയേണ്ട ആവശ്യമില്ല. സെക്ഷൻ 99 പെനാൽറ്റി പറയുന്നുണ്ട്. പക്ഷേ 97 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് പെനാൽറ്റിയിലോട്ട് വരാം. ഞാൻ ആദ്യം വായിക്കാം. സെക്ഷൻ 97 രണ്ടാമത്തെ പാരഗ്രാഫാണ്. സെക്ഷൻ 97 provides that if any default is made in holding the AGM of a company, any member of the company may make an application to the tribunal, that is the National Company Law Tribunal, NCLT, to call or direct the calling of an AGM of the company and give such ancillary or consequential directions as the NCLT thinks expedient. Such directions may include a direction that one member of the company present in person or by proxy shall be deemed to constitute a meeting. So this is a very, very important and very, very, I should say, unique provision in the Companies Act under section 97. നമ്മളിപ്പോൾ പഠിക്കുന്നത് കോൺസിക്വൻസ് ഓഫ് നോൺ കണ്ടക്ടിങ് ഓഫ് AGM ആണ്. AGM നടത്തിയില്ലെങ്കിൽ ഡീഫോൾട്ട് വരുത്തിയാലുള്ള കോൺസിക്വൻസ് ആണ്. അത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സെക്ഷൻ 97ലും സെക്ഷൻ 99ലും. 97 ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഞാൻ വായിച്ചു നിർത്തി, അത് എല്ലാവരും ഒന്ന് മനസ്സിൽ ഒന്നുകൂടി വായിക്കുക. എന്നിട്ട് ഐ തിങ്ക് സൗമ്യ ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ് സോ ദാറ്റ് ഇറ്റ് ബി ഇൻട്രാക്റ്റീവ്. എല്ലാവരും ഒന്ന് മനസ്സിൽ വായിച്ചിട്ട് സൗമ്യ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. സോ എല്ലാവരും ക്രിട്ടിക്കലായിട്ടൊന്ന് വായിക്കുക. വായിച്ചിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പെനാൽറ്റി, യെസ്, ഈസ് പെനാൽറ്റി ഈസ് ദെയർ ഇഫ് യു ഡോണ്ട് കണ്ടക്ട് AGM, ദാറ്റ് വി ഓൾ നോ. പക്ഷേ ഇതൊരു യുണീക്ക് ആയിട്ടുള്ള പവറാണ്, റെയർ ആയിട്ടുള്ള പവറാണ്. അതിനൊരു പ്രത്യേകത ഉണ്ട്, അത് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. സൗമ്യ റെഡി? സൗമ്യ കേൾക്കുന്നില്ല കേട്ടോ പറയുന്നത്. It's not audible. I think you have mic correct അല്ലേ? Section 97 is a unique power. ഇല്ല സൗമ്യ ഇപ്പോഴും കേൾക്കുന്നില്ല. ഓക്കെ, ഗായത്രി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഐ തിങ്ക് ഗായത്രി പറഞ്ഞ് കേൾക്കുന്നില്ല. എൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമൊന്നും അറിയത്തില്ല. ഓക്കെ, ഐ തിങ്ക് ദർ ഈസ് സംതിങ്, സിസ്റ്റത്തിന് കുഴപ്പമില്ല. ഓക്കെ, നോ ഇഷ്യൂ. നേരത്തെ കേട്ടുകൊണ്ടിരുന്നായിരുന്നു അല്ലേ? കുഴപ്പമില്ല. വി ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് ടൈം. I will explain. Okay. So 97 is a unique power which speaks about penalty for or consequence of non-conduction of AGM under section 99 and 97. 97 ആണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. See, 97 is a section which is unique. AGM നടത്തിയില്ലെങ്കിൽ
ഏതെങ്കിലും മെമ്പേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാം, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന് പെറ്റീഷൻ ഫയൽ ചെയ്യാം. ഈ കമ്പനിയിലെ AGM നടത്തി തരണമെന്നും, അല്ലെങ്കിൽ ഈ AGM നടത്താനായിട്ട് കമ്പനിയിൽ നിർദ്ദേശം കൊടുക്കണമെന്ന് പറയുകയും അത് ബന്ധപ്പെട്ടുള്ള ആൻസിലറി ആയിട്ടുള്ളതും കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള ഡയറക്ഷൻസും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഹോണറബിൾ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനെ അപ്രോച്ച് ചെയ്യാം. അങ്ങനെ അപ്രോച്ച് ചെയ്താൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ വിൽ ഓർഡർ ദ കമ്പനി, ആഫ്റ്റർ ഹിയറിംഗ് ദ പാർട്ടീസ് ഒബ്വിയസ്ലി, ടു കണ്ടക്ട് ആൻ AGM മാൻഡേറ്ററി. ഒരു AGM നടത്തണമെന്ന് പറഞ്ഞ് മാൻഡേറ്ററി ആയിട്ട് ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ കമ്പനി എന്ത് ചെയ്യണം? നിർബന്ധമായും ഒരു AGM വിളിച്ച് കൂട്ടണം. പക്ഷെ അങ്ങനെ NCLT കൊടുക്കുന്ന ഡയറക്ഷനിൽ വിൽ ഓൾസോ ഇൻക്ലൂഡ് എ ഡയറക്ഷൻ, ഒരു മെമ്പർ പേഴ്സണലായിട്ട് അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പകരക്കാരൻ വഴി ഒരു പ്രോക്സി വഴി അറ്റൻഡ് ചെയ്താലും അതൊരു AGM ആയിട്ട് കരുതാമെന്ന് ഓർഡർ ഇടും. അതിനർത്ഥം ദിസ് ഈസ് വൺ സിറ്റുവേഷൻ വെയർ വൺ മാൻ മീറ്റിംഗ് ഈസ് അലൗഡ്. ഓക്കെ, ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയാം. നമ്മൾ എല്ലാവരും ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡറാണ്. നമ്മളെ കമ്പനിയുടെ AGM നടത്തിയില്ല. അപ്പോൾ ലോയിൽ സെക്ഷൻ 97 പ്രകാരം, ഫോർ എക്സാമ്പിൾ, നമ്മളെ ബാച്ചിൽ ഇപ്പോൾ ആദിത്യ വന്നിട്ട് NCLT പരാതി കൊടുത്തു, അല്ലെങ്കിൽ പെറ്റീഷൻ പോയി. NCLT എല്ലാവരെയും കേട്ടതിന് ശേഷം, ഹിയർ ചെയ്തതിന് ശേഷം NCLT പറഞ്ഞു ഇന്ന ദിവസത്തിനകത്ത് മാൻഡേറ്ററി ആയിട്ട് AGM കൂടണം. എന്നിട്ട് പറയുന്നു ഒരാൾ ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്താലും മതി, ആ മീറ്റിംഗ് ഒരു വാലിഡ് മീറ്റിംഗ് ആയിട്ട് കാണാമെന്ന് പറയും. ഒരുപക്ഷെ ആളെന്ന് പറയുന്നത് ആദിത്തായിരിക്കാം, അല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ലോയുടെ ഇന്റൻഷൻ വെച്ചാൽ ഈ പരാതി കൊടുക്കുന്ന ആളെങ്കിലും അറ്റൻഡ് ചെയ്താൽ പോലും മതി, അതൊരു വാലിഡ് മീറ്റിംഗ് ആയിട്ട് കാണാം. ആൻഡ് യു വിൽ സർപ്രൈസ് ടു സീ the basic concept of meeting is at least two persons should be there. അപ്പോൾ 2 പേരുണ്ടെങ്കിലേ മീറ്റിംഗ് കൂടാൻ പാടുള്ളൂ എന്ന് നമ്മൾ കൺസെപ്റ്റിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പോലും സെക്ഷൻ 97-ൽ ഹോണറബിൾ NCLTക്ക് AGM മാൻഡേറ്ററി ആയിട്ട് കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ കമ്പനിക്ക് ഓർഡർ ചെയ്യും. ആ മീറ്റിംഗിൽ വേണമെങ്കിൽ ഒരാൾ മാത്രം, അതും സ്വമേധയായിട്ടോ പകരക്കാരനായിട്ടോ ആരെങ്കിലും ഒരാൾ മാത്രം ഉണ്ടെങ്കിൽ പോലും അതൊരു മീറ്റിംഗ് ആയിട്ട് കരുതാമെന്ന് പറയുമ്പോൾ it shows the uniqueness of section 97, which is even against the basic principle of there should be at least 2 people for the meeting എന്ന് പറയുന്നതിനെ പോലും ഓവർറൂൾ ചെയ്തുകൊണ്ടാണ് സെക്ഷൻ 97 എഴുതിയിരിക്കുന്നത്. that gives the privilege of a shareholder's right to conduct an AGM. AGM ആവശ്യമാണ്, AGM സ്റ്റാറ്റ്യൂട്ടറി ആണ്, AGM മാൻഡേറ്ററി ആണ് എന്ന് പറയുന്ന ലോയെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 97. നീ മീറ്റിംഗ് കൂടിയേ പറ്റൂ, ഇനി അല്ല ഒരാൾ മാത്രമേ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ പോലും അവരെ വെച്ചെങ്കിലും നിങ്ങൾ മീറ്റിംഗ് കൂടണമെന്നാണ് ലോയിൽ പറഞ്ഞത്. സോ ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ബി ഡിസ്കസ്ഡ് അറ്റ് ദ മീറ്റിംഗ്. കാരണം ഒരാൾ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾ മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നില്ല കേട്ടോ. മിനിമം ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ മീറ്റിംഗ് ആയിട്ട് കരുതാം എന്നേ പറയുന്നുള്ളൂ. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ദേ ഷുഡ് നോട്ട് ബി മോർ ദാൻ 2 or 3 people. ഓക്കെ, ക്ലിയർ ആയെങ്കിൽ തമ്പി ചെയ്താൽ ഐ തിങ്ക് സൗണ്ടിന് എന്തോ ഐ ഡോ നോ വാട്ട് ഈസ് ദി ഇഷ്യൂ, ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഐ ഡോ നോ. സോ ദിസ് ഇസ് കമ്പാരിറ്റീവ്ലി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. ഞാനത് പിന്നെയും വരുന്നത് എവിടെയോ പിന്നെയും വരും. 1 man മീറ്റിംഗ് എപ്പോഴാണ് അലോബിൾ ആണെന്ന് വരും. അപ്പോൾ എടുത്ത് ഓർമ്മിച്ച് ചാടിക്കയറി പറയണം സെക്ഷൻ 97. ഇതുപോലെ വേറൊരു സ്ഥലത്തും വരും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് കോൺസിക്വൻസ് ഓഫ് നോൺ കണ്ടക്ടിങ് ഓഫ് AGM, മൈ ഡിയർ സ്റ്റുഡൻസ്. നൗ ദ സെക്കൻഡ് കോൺസിക്വൻസ്, അടുത്ത കോൺസിക്വൻസ് എന്താണ് കുട്ടികളെ? പെനാൽറ്റിയാണ്. സ്വാഭാവികമായിട്ട് പെനാൽറ്റിയാണ്. നമ്മൾ സാധാരണ പെനാൽറ്റി എല്ലാ ഏരിയയിലും പഠിക്കാറില്ല. വളരെ റിലവൻ്റ് ഏരിയയിൽ മാത്രമേ നമ്മൾ പെനാൽറ്റി പഠിക്കാറുള്ളൂ. ബട്ട് AGM പെനാൽറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. സെക്ഷൻ 99 provides that if any default is made in complying or holding AGM, the company and every officer of the company who is in default shall be punishable with fine which may extend to 1 lakh rupees, and in case the continuing default with further fine which may extend to 5,000 rupees for each day. So കമ്പനിക്കും ഓഫീസേഴ്സ് ഹു ആർ ഇൻ ഡീഫോൾട്ടിനും 1 ലക്ഷം രൂപ വരെ പെനാൽറ്റി കിട്ടും. പേഴ്സൺസ് ഹു ആർ ഇൻ ഡീഫോൾട്ട് അല്ലെ ഓഫീസർ ഹു ഈസ് ഇൻ ഡീഫോൾട്ടിൽ കമ്പനി സെക്രട്ടറി ഉള്ള കമ്പനി ആണെങ്കിൽ ഒബ്വിയസ്ലി കമ്പനി സെക്രട്ടറിൻ്റെ അകത്ത് വരും. ബിക്കോസ് സെക്ഷൻ 205 ഉണ്ട്. 205-ൽ നമ്മളെ ഡ്യൂട്ടിയാണ് മീറ്റിംഗ് കൺവീൻ ചെയ്യുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് AGM നടത്തിയില്ലെങ്കിൽ ഒബ്വിയസ്ലി കമ്പനി സെക്രട്ടറി ഉള്ള കമ്പനി ആണെങ്കിൽ കമ്പനി സെക്രട്ടറിയും ഓഫീസറും ഡീഫോൾട്ടിൽ വരും. 1 ലക്ഷം രൂപ വരെ പെനാൽറ്റി വരും. അതിന് പുറമെ ഓരോ ദിവസത്തിനും 5,000 രൂപ പെനാൽറ്റി വരും. അതിനർത്ഥം വെച്ചാൽ
ചിലർ ചോദിക്കും കണ്ടിന്യൂയിങ് പെനാൽറ്റി എന്താണെന്ന്. സെപ്റ്റംബർ 30 ലാസ്റ്റ് ഡേറ്റ് അല്ലേ നടത്തണ്ടേ? സെപ്റ്റംബർ 30 കഴിഞ്ഞു. നിങ്ങൾ ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ 30 കഴിയുമ്പോൾ ഒക്ടോബർ 1, 2, 3, 4 ഇങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കില്ലോ അല്ലേ? ഇതിൽ ഓരോ ദിവസത്തിനും കമ്പനിക്കും ഓഫീസിനും ഡിഫോൾട്ടും 5000 രൂപ വെച്ച് പെനാൽറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൂടണം എന്നാണ് അർത്ഥം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ചിലർ പറയും സെക്ഷൻ 96 ടൈം ലിമിറ്റ് കഴിഞ്ഞു പോയി, സെപ്റ്റംബർ 30 കഴിഞ്ഞു, നവംബർ 20 നടത്തി. അത് ROC ഇൻസ്പെക്ഷൻ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വഴി പ്രോസിക്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ 1 മുതൽ നവംബർ 20 വരെയുള്ള പെനാൽറ്റി കൊടുക്കേണ്ടി വരും. ഓൾറെഡി 1 ലക്ഷം പെനാൽറ്റി ഉണ്ട്. അതിന് പുറമെ ഒക്ടോബർ 1 മുതൽ നവംബർ 20 ഓരോ ദിവസവും 5000 രൂപ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പെനാൽറ്റി അടിക്കേണ്ടി വരും ഇഫ് പ്രോസിക്യൂഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. സോ ദിസ് ഈസ് ദ ക്രിട്ടിക്കൽ പ്രൊവിഷൻ. സോ ഒന്നുകൂടി പറയാം, ദ കോൺസിക്വൻസ് ഓഫ് നോൺ കണ്ടക്ഷൻ ഓഫ് AGM is 2. One is 97, where a member can approach the Honorable National Compellation Tribunal and you have to comply with the order. Second one is section 99, you will be facing with a penalty, and it is only civil penalty, compoundable penalty, not a criminal penalty. I hope it is clear. Okay, yeah. Yeah. Ini before we go to EGM നമ്മൾ അടുത്ത ബ്ലോക്കിൽ നോക്കാം. എങ്കിലും now before I ഈ ഒരു ഏരിയ തീക്കുന്ന മുമ്പായിട്ട് AGM തീർന്നിട്ടൊന്നുമില്ല. അപ്പോൾ ചിലർക്ക് ഇത്രയുള്ള AGM AGMന്റെ ഒരു കോർ ഏരിയ സെക്ഷൻ 96 ബന്ധപ്പെട്ട് തീർത്തിട്ടുള്ളൂ. ഇനി നോട്ടീസ് ഉണ്ട്, അതൊക്കെ നമ്മൾ വരുന്ന ഇതിൽ നിൽക്കും. കാരണം നമ്മളെ EGM കൂടെ കഴിഞ്ഞിട്ടാണ് ആ ഏരിയകളൊക്കെ നമ്മൾ പോകുന്നത്, പ്രോക്സി എല്ലാത്തിനും കൂടെ പോകുന്നത്. കോമൺ ആയിട്ട് എഴുതിയിട്ടുണ്ട്, നമ്മളവിടെ ഡിസ്കസ് ചെയ്യാം. നൗ ബിഫോർ വി break, see common points regarding to a valid meeting. ആക്ച്വലി ഇത് നേരത്തെ പറയണമായിരുന്നു അല്ലേ? AGMന് മുമ്പ് പറയേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഒരു വാലിഡ് ആയിട്ടുള്ള മീറ്റിംഗിന് വേണ്ട പ്രീ റിക്വിസിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ആ മീറ്റിംഗ് മസ്റ്റ് ബി കോൾഡ് ബൈ പ്രോപ്പർ അതോറിറ്റി. മീറ്റിംഗ് പ്രോപ്പറായിട്ട് ആളായിരിക്കണം വിളിച്ചു കൂട്ടേണ്ടത്. പൊതുവേ ജനറൽ മീറ്റിംഗ്സ് എല്ലാം വിളിച്ചു കൂട്ടുന്നത് ബോർഡാണ്. Board of Directors is the competent authority to run the business of the company. So they are the competent authority to call the general meeting. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് CS പ്രൊഫഷണൽ കോഴ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, എല്ലാ ജനറൽ മീറ്റിംഗിന് മുമ്പും ഒരു ബോർഡ് മീറ്റിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ AGM നടക്കുന്നതിന് ഇത്ര ദിവസം മുമ്പ് ഒരു ബോർഡ് മീറ്റിംഗ് ആണ്. കാരണം ബോർഡിന് മാത്രമേ എന്ത് വിളിച്ചു കൂട്ടാൻ പറ്റത്തുള്ളൂ? ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള അധികാരമുള്ളൂ. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, അങ്ങനെ ബോർഡ് ഡിസിഷൻ എടുക്കുമ്പോൾ നോട്ടീസ് അയക്കാനുള്ള അതോറിറ്റി കൂടെ പറയും. MD-ക്കാണോ, കമ്പനി സെക്രട്ടറിക്കാണോ, ഒരു ഡയറക്ടറിനാണോ എന്നുള്ളത്. കമ്പനീസ് ആക്ടിൽ 205 എന്നൊരു വകുപ്പുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ദ ഡ്യൂട്ടി ടു കൺവീൻ ജനറൽ മീറ്റിംഗ്സ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓർ ദ ഫംഗ്ഷൻ ഓഫ് എ CS എന്ന് പറയുന്നുണ്ട്. ഈവൻ ദോ കമ്പനീസ് ആക്ടിലുണ്ടെങ്കിലും ആസ് എ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ഐ വുഡ് അഡ്വൈസ് ദാറ്റ് യു ഗെറ്റ് എ റെസൊല്യൂഷൻ ഓഫ് ദ ബോർഡ് ഓൾസോ. ബോർഡ് ജനറൽ മീറ്റിങ്ങിൻ്റെ ഡേറ്റും സമയമൊക്കെ ഫിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആൻഡ് ഓതറൈസ് സൗമ്യ ടു കമ്പനി സെക്രട്ടറി ടു ഇഷ്യൂ ദ നോട്ടീസ് ഓഫ് AGM എന്നുകൂടെ ഒരു ഓതറൈസേഷൻ എടുക്കുന്നത് നല്ലതാണ്. നാളൊരു കാലത്ത് പ്രോപ്പർ അതോറിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ച വരാതിരിക്കാനായിട്ട് ഇറ്റ്സ് ബെറ്റർ യു ടേക്ക് എ റെസൊല്യൂഷൻ, ഓതറൈസേഷൻ ഫ്രം ദ ബോർഡ്. Okay, yeah, Companies Act you have a power, I don't deny that, but it is better that it should be authorized by the board by a resolution or some authority in the minutes so that it will be crystal clear. മനസ്സിലായി പറഞ്ഞു. അപ്പോൾ പ്രോപ്പറായിട്ട് അതോറിറ്റി വഴി മാത്രമേ AGM വിളിച്ചു കൂട്ടാൻ പാടുള്ളൂ, അല്ലാതെ ചുമ്മാ സ്വമേധമായിട്ട് നമുക്ക് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ പറ്റത്തില്ല. ആൻഡ് ഇഫ് യു ആസ്ക് മീ ഹൂ ഈസ് ദ പ്രോപ്പർ അതോറിറ്റി, കമ്പനിയുടെ ഡേ ടു ഡേ അഫേഴ്സും കമ്പനിയുടെ ബിസിനസ് റൺ ചെയ്യുന്ന അതോറിറ്റി ബോർഡിനാണ്. അപ്പോൾ ബോർഡാണ് എന്ത് ചെയ്യേണ്ടത്? ഷെയർ ഹോൾഡേഴ്സിന് മീറ്റിംഗ് വിളിച്ചു കൂട്ടേണ്ടത്. ആൻഡ് കമ്മിങ് ടു ആര് നോട്ടീസ് ഒപ്പിടും അല്ലെങ്കിൽ ആര് നോട്ടീസ് ഇഷ്യൂ ചെയ്യും ചോദിച്ചാൽ ദാറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് upon the board. And obviously company secretary is eligible, entitled to issue notice, but I would appreciate if the board authorizes him specifically by way of a resolution. Okay, point number 2, proper notice. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. 101, 102 സെക്ഷൻ ഉണ്ട്. നോട്ടീസ് അയക്കണം, നോട്ടീസിൻ്റെ കണ്ടൻസ്, നോട്ടീസിൻ്റെ പീരീഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എത്ര ദിവസം മുമ്പ് നോട്ടീസ് അയക്കണം, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും കംപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു വാലിഡ് ആയിട്ടുള്ള മീറ്റിംഗ് നടത്താനായിട്ടുള്ള പ്രീ റിക്വസിറ്റ്സ് ആണ് കുട്ടികളെ. 1, പ്രോപ്പർ അതോറിറ്റിയിൽ മീറ്റിംഗ് വിളിക്കണം. 2, പ്രോപ്പറായിട്ട് നോട്ടീസ് അയച്ചിരിക്കണം. പോയിന്റ് നമ്പർ 3, കോറം. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യും. സെക്ഷൻ 103 പ്രത്യേകം ഡിസ്കസ് ചെയ്യും. പ്രോപ്പറായിട്ട് വാലിഡായിട്ട് ഒരു കോറം ഉണ്ടെങ്കിൽ മാത്രമേ മീറ്റിംഗ് നടത്താൻ പാടുള്ളൂ.
Point number 4 is proper chairman under section 104. Again, we will discuss in very detail later. ചെയർമാൻ ഉണ്ടായിരിക്കുന്നത്, മീറ്റിങ്ങിൻ്റെ നായകൻ എന്ന് പറയുന്നത്, മീറ്റിങ്ങിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് മീറ്റിങ്ങിൻ്റെ ചെയർമാനാണ്. ഒരു പ്രോപ്പറായിട്ട് ഒരാൾ ചെയറിലുണ്ടായിരിക്കണം. ചെയറിൽ ഇരിക്കുന്ന ആളെയാണ്, അല്ലെങ്കിൽ ഒരു കീ പോസ്റ്റിനെയാണ് നമ്മളെന്ന് പറയുന്നത് ചെയർമാൻ എന്ന് പറയുന്നത്. ചെയർമാൻ നമ്മൾ പറയും, ചെയർമാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ആ പൊസിഷൻ്റെ ഏറ്റവും കൂടുതൽ അതോറിറ്റി അല്ലെങ്കിൽ പ്രഭാവം എന്ന് പറയത്തില്ല, എന്ന് പറയുന്നത് മീറ്റിംഗ് വരുമ്പോഴാണ്. സോ എ പ്രോപ്പർ പേഴ്സൺ ഷുഡ് ചെയർ ദ മീറ്റിംഗ്. So again, that is the prerequisites the provisions which we will discuss detailed, we will study at a later stage. Next one is പ്രോപ്പർ അജണ്ട. അതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോപ്പർ ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് ഉണ്ടായിരിക്കണം. കറക്റ്റായിട്ട് ഓർഡിനറി ബിസിനസ് എന്തൊക്കെയാണെന്ന് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്പെഷ്യൽ ബിസിനസ് എന്താണെന്ന് ഉണ്ടായിരിക്കണം. സ്പെഷ്യൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. എക്സ്പ്ലനറ്ററി സ്റ്റെപ്പിന് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രോപ്പർ വോട്ടിംഗ് സിസ്റ്റംസ് അവിടെ ഉണ്ടായിരിക്കണം. നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഷോ ഓഫ് ഹാൻഡ്സ് ആണെങ്കിൽ ഷോ ഓഫ് ഹാൻഡ്സ്, അല്ല പോള് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോള്, അല്ല ഈ വോട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റംസ്. അപ്പോൾ അത് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ പക്കയായിട്ട് അത് വെൽ പ്ലാൻഡ് ആയിരിക്കണം. എല്ലാം കഴിഞ്ഞതിന് ശേഷം സെക്ഷൻ 118 മിനിറ്റ്സ് ഉണ്ടാക്കിയിരിക്കണം. അത് നമ്മൾ പിന്നെ നോക്കും. മീറ്റിങ്ങിൻ്റെ അവസാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീറ്റിങ്ങിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അതൊരു മിനിറ്റ്സ് ബുക്കിലാക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ എഴുതി വയ്ക്കുന്ന ഡോക്യുമെൻറ്റിലാണ്. അതിനാണല്ലോ നമ്മൾ മീറ്റിംഗ് കൂടുന്നത്, അല്ലേ? അപ്പോൾ അതും വേണം. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഒരു വാലിഡ് ആയിട്ടുള്ള ജനറൽ മീറ്റിംഗ് നടത്താൻ ആവശ്യം. ഒന്നുകൂടി പറയാം, പ്രോപ്പർ അതോറിറ്റിയിലായിരിക്കണം മീറ്റിംഗ് വിളിക്കുന്നത്. അതിനർത്ഥം ആരാണ് നോട്ടീസ് ഒപ്പിടുന്നത്, ഏത് അതോറിറ്റിയിലാണ് കാര്യങ്ങൾ നടക്കുന്നുള്ള കാര്യം വേണം. 2, പ്രോപ്പറായിട്ട് നോട്ടീസ് അയച്ചിരിക്കണം അണ്ടർ സെക്ഷൻ 101. ആ നോട്ടീസിൻ്റെ പീരീഡ്, നോട്ടീസിൻ്റെ കണ്ടൻസ്, അജണ്ട മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. 3, പ്രോപ്പറായിട്ട് കോറം ഉണ്ടായിരിക്കണം. പ്രോപ്പർ കോറം ഉണ്ടെങ്കിൽ മാത്രമേ മീറ്റിംഗ് തുടങ്ങാൻ പാടുള്ളൂ, നടത്താൻ പാടുള്ളൂ. 4, പ്രോപ്പറായിട്ട് ഒരാൾ ചെയറിലുണ്ടായിരിക്കണം. ചെയർമാൻ പ്രോപ്പറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം, ചെയർമാൻ ഉണ്ടായിരിക്കണം. 5, പ്രോപ്പർ അജണ്ട ഐറ്റംസ് ഉണ്ടായിരിക്കണം. ഓർഡിനറി ബിസിനസ്, സ്പെഷ്യൽ ബിസിനസ് എന്ന് ഡിമാർക്കേറ്റ് ചെയ്തുകൊണ്ട് അജണ്ട ഐറ്റം ഉണ്ടായാൽ മാത്രം പോരാ, അത് വോട്ടിന് പ്രോപ്പറായിട്ട് ഇടണം. വോട്ടിന് പ്രോപ്പറായിട്ട് ഇടുമ്പോൾ അത് വോട്ട് ചെയ്യുന്ന രീതികളൊക്കെ വളരെ പ്രോപ്പറായിരിക്കണം. അത് ഷോ ഓഫ് ഹാൻഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പോളായിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് ആയിരിക്കാം, അത് വേണം. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ് മീറ്റിങ്ങിലെ തീരുമാനങ്ങൾ പ്രത്യേകം എഴുതിയെടുക്കുന്ന ഡോക്യുമെൻ്റാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. അത് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഹൃദയഭാഗമാണ് നമ്മൾ നോക്കിയത്. EGM വന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡോണ്ട് മിസ് ദ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കിയ സെക്ഷൻ 96 ആണ്. 96 ഈസ് വെരി ക്രിട്ടിക്കൽ, വിച്ച് സ്പീക്സ് അബൌട്ട് ഓർ വിച്ച് എക്സ്പ്ലെയിൻസ് അബൌട്ട് AGM. AGM നടത്തിയില്ലെങ്കിലുള്ള കോൺസിക്വൻസ് 2 സെക്ഷനിലാണ് കിടക്കുന്നത്. സെക്ഷൻ 97, that is approaching Honorable National Compelled Tribunal for directions, and section 99, which speaks about civil penalty regarding to the non-conduction of AGM, where the company and officer in default will be charged with 1 lakh rupees fees, and for continuing offence each day you will get 5,000 rupees as penalty. It's not a fees, it's a penalty. Then നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള പ്രീ റിക്വിസിറ്റ്സ് ഓഫ് മീറ്റിംഗ്, അതോറിറ്റി, നോട്ടീസ്, കോറം, ചെയർമാൻ, അജണ്ട, ആൻഡ് ഓഫ് കോഴ്സ് മിനിറ്റ്സ്, വിച്ച് വി വിൽ ഡിസ്കസ് ഇൻ വെരി ഡീറ്റെയിൽ. ഓക്കെ, സോ എനി ക്ലാരിഫിക്കേഷൻ, എനി ഡൗട്ട്സ്, എനിത്തിങ് ടു ഡിസ്കസ്? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഗുഡ്. Nandana, okay? Anything to ask? Soumya is on leave today. Needu has, I think she is shifted to module 2, group 2 lot shift. So thank you so much. Have a nice week ahead. So syllabus is little കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ EGM നോക്കും. ജനറൽ മീറ്റിംഗ് ഒന്ന് തീർന്നു കിട്ടിയെന്നുണ്ടെങ്കിൽ ഈ സ്റ്റക്ക് അങ്ങ് മാറും. പിന്നെ നമ്മൾ കുറച്ച് ഫ്ലോയിലോട്ട് അങ്ങ് പോകും. Okay, and thank you so much for your time. We will discuss EGM at the next class. Okay, thank you.